Good morning. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 3rd December 2021. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-ാം തീയതിയിലെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, അവിടെ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് അല്ലാതെ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം സിനണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് വി ആർ മൂവിങ് ടു ദി അനാലിസിസ്. നമ്മുടെ ഡിസ്കഷൻ നടത്തുകയാണ് നമ്മൾ ആർട്ടിക്കിളിന്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, എഡിറ്റോറിയൽ ബേസ്ഡ്. അത് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം ഇന്നത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ ഹോംവർക്ക് തരുന്നു. അതുപോലെ നിങ്ങളുടെ ഈ സെഷനിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് കൂട്ടും. റൈറ്റിംഗ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഒബ്വിയസ്ലി. അതുപോലെ റൈറ്റിംഗ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതിപ്പോൾ ബാങ്ക് ആസ്പിറന്റ് ആയിക്കോട്ടെ, SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഇനി KSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ടു ദ സെഷൻ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിപ്പോൾ 12% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മളുടെ എല്ലാ കോഴ്സുകൾക്കും, എല്ലാ പ്രൊഡക്ട്സിനും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ഓരോ ബാച്ചുകളായിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കോഡ് ഇതാണ് Y314. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ. നമ്മുടെ Ada 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ Ada 24/7 എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ കോഴ്സുകൾ ലഭ്യമാവുന്നതാണ്. ഓക്കെ, സോ +2 മെയിൻസിന്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് ഉടനെ തന്നെ. അതിൻ്റെ സ്പെഷ്യൽ കോഴ്സിൻ്റെ സ്പെഷ്യൽ കോഴ്സുകളുടെ സ്പെഷ്യൽ സബ് ടോപ്പിക്സുകളുടെ ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞു. പിന്നെ കേട്ടിട്ട് ഉടനെ തന്നെ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് ബാച്ച് വരെയാണ് 6-ാം തീയതി. അപ്പോൾ പ്രാക്ടീസ് ബാച്ച് 3 ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രാക്ടീസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും നേരത്തെ മിസ്സായി പോയെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ ആൻഡ് മുനിസിപ്പൽ കോമൺസ് LDയുടെ അല്ലേ, നമ്മുടെ മെയ് എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ അതുപോലെ തന്നെ VFAയുടെ കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ +2 മെയിൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സിലെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, കോഡ് മറക്കണ്ട, Y314. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. കോട്ടിൽ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. 2 things you are in total control in your life are your attitude and your effort. നമ്മുടെ ലൈഫിൽ നമുക്ക് 2 കാര്യത്തിലെ കൺട്രോൾ ഉണ്ടാവുള്ളൂ. എന്താണ് ആ 2 കാര്യം? ഒന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, രണ്ടാമത്തെ നിങ്ങളുടെ എഫർട്ടാണ്. ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ എങ്ങനെയാണ് ബിഹേവിയർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ തിങ്. നീ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിനായിട്ട് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, വാട്ട് ഇറ്റ് ഇസ്, ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആകാം. ആ ആറ്റിറ്റ്യൂഡാണ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു അല്ലേ. അതുപോലെ രണ്ടാമത്തെ കാര്യം നിന്റെ എഫർട്ടാണ്. എന്ത് ചെയ്യണം, എത്രമാത്രം ഞാൻ എഫേർട്ട് എടുക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു എബിലിറ്റി. ആ എബിലിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ അവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് അവർ എഫേർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. യെസ്, ഗുഡ് മോർണിംഗ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഇനി താമസിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. അപ്പം ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2 ആർട്ടിക്കിൾ. ഒന്ന് നമുക്കറിയാം, വളരെ ഫേമസ് ആയ ഒമിക്രോണിനെ പറ്റി. അപ്പോൾ കോവിഡിൻ്റെ, കൊറോണ വൈറസിൻ്റെ വേറൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്, ഒമിക്രോൺ. അപ്പോൾ ഒമിക്രോണിൻ്റെ സ്പ്രെഡിനെ പറ്റിയൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കും. ആദ്യമായിട്ട് വന്ന ബൊട്സ്വാനിയയിലാണ്, അതിനുശേഷം സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഓരോന്നായിട്ട് വന്നു കണ്ടു. അപ്പോൾ അവർ തന്നെ ആദ്യമേ തന്നെ അതിനെപ്പറ്റി കേസുകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞു അല്ലേ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അങ്ങനെ ലോകമൊക്കെ എത്തി. ഇപ്പോൾ ട്രാവൽ ബാനൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഉള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം ബർത്ത് റൈറ്റിനെ പറ്റിയാണ്. ബർത്ത് റൈറ്റ്സ്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ബർത്ത് റൈറ്റ്സ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഒമിക്രോണിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കാതെ വിടണ്ട, ഒന്ന് വായിച്ചുവിടാം. ബട്ട് ഒമിക്രോണിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്, ഇന്ന് വന്നേക്കുന്ന ആർട്ടിക്കിൾ കേട്ടോ. അപ്പോൾ യു ക്യാൻ ഗിവ് ഇറ്റ് എ റീഡ് ആൻഡ് പോയിന്റ് ഔട്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ, നോട്ട് ചെയ്തൊക്കെ വെക്കുക കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസിലെ ആദ്യത്തെ ആണ് സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്. സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നീതി അല്ലേ, ന്യായം, നീതി എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാരം. സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീതി ദേവത അല്ലേ. എന്തായിരുന്നു സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് വിത്ത് എ പേർപ്പസ്. ഒരു എയിം ഉണ്ടായിരുന്നു. എന്താ എയിം അല്ലെങ്കിൽ പേർപ്പസ്?
when it was written. ഇത് എഴുതിയ സമയത്തല്ലേ, നമ്മൾ ഈ നിയമ നടപടികളെ പറ്റി എഴുതിയ സമയത്ത് നമുക്കൊരു കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു എയിം ഉണ്ടായിരുന്നു. സോ ദാറ്റ് എയിം ഓർ പേർപ്പസ് ഓഫ് ലോ വെൻ ഇറ്റ് വാസ് റിട്ടൺ, അതിനെയാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയാം. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എയിം ഓർ പേർപ്പസ് ഓഫ് ലോ വെൻ ഇറ്റ് വാസ് റിട്ടൺ. എഴുതപ്പെട്ടപ്പോൾ, ഓരോ നിയമങ്ങളും എഴുതപ്പെട്ടപ്പോൾ അതിൻ്റെ എയിം എന്താണ്, പേർപ്പസ് എന്താണ്, അതിനെ നമ്മൾ വിളിക്കും സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. യെസ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നോക്കുക, ലെറ്റർ ഓഫ് ദ ലോ. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇഡിമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ ലോസ് എക്സാക്ട് ഇന്റർപ്രിട്ടേഷൻ. നമ്മളൊരു ജനറൽ സെൻസിൽ ഇന്റർപ്രിറ്റ് ചെയ്യൂലേ, ലോ ഇങ്ങനെ ആരെന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ഇന്റർപ്രിറ്റ് ചെയ്യില്ലേ, അത് തെറ്റാണ്. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ് ലോയിൽ പറയുന്നത്, നിയമത്തിൽ കൃത്യമായിട്ട് എന്താണ് അനുശാസിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ നടപടിയാക്കുക. അതിനെയാണ് ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറയാം. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണോ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ, അതാണ് കേട്ടോ. അല്ലാതെ ജനറൽ സെൻസിൽ ഇപ്പോൾ ജഡ്ജിന് തോന്നുന്നു, ജഡ്ജ് സബ്ജക്റ്റീവായിട്ട് ജഡ്ജിന് തോന്നുന്നു ഓക്കെ ഇങ്ങനെ അങ്ങ് മാറ്റിയേക്കാം, അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ അതെന്താണോ ആ നിയമം എഴുതി വെച്ചേക്കുന്നത് ആ നിയമത്തിലുള്ളത് അതുപോലെ തന്നെ, എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഇസ്. ദാറ്റ്സ് വാട്ട് ലെറ്റർ ഓഫ് ദ ലോ മീൻസ്. ഓർത്ത് വെച്ചോണേ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണേ. അപ്പൊ സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്, ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറയുന്നത്. കാരണം ഇന്ന് ബർത്ത് റൈറ്റിനെ പറ്റി ഒരു ഞാൻ പറഞ്ഞില്ല ഒരു എന്താണ് ആർട്ടിക്കിൾ ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ആർട്ടിക്കിളിൽ വന്നിരിക്കുന്ന 2 വാക്കുകളാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും കണ്ട ഓർത്ത്. ഇറ്റ്സ് ഇഡിമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇനി ഒരു കാര്യം എന്നോട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, എന്നാണ് നമ്മൾ ഈ സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് അല്ലേ? ഒരു സ്റ്റാച്യു അല്ലേ, ആ സ്റ്റാച്യു, നീതി ദേവതയുടെ ആ സ്റ്റാച്യു എന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെട്ടെ, ഈ വർഷം ഓർമ്മയുണ്ടോ? എന്നാണ്, എവിടെ വെച്ചാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? എന്നാണെന്ന് ഓർമ്മയുണ്ടോ? സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എവിടെ വെച്ചാണ് ഏത് വർഷമാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ആ ഒരു ലേഡി ഓഫ് ഡെപിക്റ്റിംഗ് ദ ലേഡി ജസ്റ്റിസ് അല്ലേ, നീതി ദേവതയുടെ ആ ഇത് സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എവിടെയാണ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ഏത് വർഷമാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒരു പുതിയൊരു കാര്യം കൂടെ പഠിച്ചു വെക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഹൈക്കോർട്ടിന്റെ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരല്ലേ, അപ്പോൾ ലോയെ പറ്റി ഒരു അത്യാവശ്യം അറിവുള്ളത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത് പറയാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത വാക്ക് നോക്കാം. കൺഫർ അപ്പോൺ അറിയില്ല. രണ്ടും സിമിലർ മീനിങ്സ് അല്ല. രണ്ടും വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എയിം, പേർപ്പസ് എന്താണ്, എഴുതിയ സമയത്തുള്ള പേർപ്പസ് എന്താണ്. പക്ഷെ ഇത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്, അതിനെ വ്യാഖ്യാനമാണ്. വ്യാഖ്യാനം ഈസ് ഡിഫറെന്റ് ആൻഡ് എയിം ഈസ് ഡിഫറെന്റ്. എയിം എന്ന് പറയുന്നത്, വ്യത്യാസം മനസ്സിലായോ പ്രവീണ? എയിം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഗോൾ എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ എന്താ പേർപ്പസ്, എന്താണ് ആവശ്യം അല്ലെ. എന്നാൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് വ്യാഖ്യാനം എങ്ങനെയാണെന്നുള്ളതാണ്, അതായത് മറ്റൊരാളിലോട്ട് എത്തിക്കുകയാണ്, അതിന്റെ മീനിങ് എത്തിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒബ്ലൈജ് ടു എക്സിക്യൂട്ട് ദ ലോ ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. യെസ്, ലോ. ഓക്കെ, ശരിക്കും നമ്മൾ ഇതിന് കറക്റ്റായിട്ട് പറയുന്നത് എന്താണ്, ദ ഗവൺമെന്റ് ഒഫീഷ്യൽ ഷുഡ് ഫോക്കസ് ഓൺ ദ ലെറ്റർ ഓഫ് ദ ലോ എന്നാണ്. ലെറ്റർ ഓഫ് ദ ലോ അതായത് ലോയുടെ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ. വളച്ചൊടിച്ച് തോന്നിയ പോലെ നിയമം വളച്ചൊടിക്കുക എന്ന് പറയില്ലേ, അതിനെതിരാണിത്. ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമപാലനം, അല്ലാതെ നിയമത്തിനെ വ്യാഖ്യാനിക്കുക, അല്ലാതെ അതിനെ വളച്ചൊടിച്ച് തോന്നിയ പോലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാവപ്പെട്ടവർക്ക് വേറൊരു നിയമം അല്ലേ, അങ്ങനെയല്ലേ, അതിനെയാണ് ആ ഇന്റർപ്രിട്ടേഷൻ നെയിമാണ് ലോ, അതിനെതിരാണ് ഈ ലോ ലെറ്റർ ഓഫ് ലോ എന്ന് പറയാം. ശരിക്കും സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് കാസ്റ്റ് ചെയ്യപ്പെട്ട 1933 ലെഡി ജസ്റ്റിസ് അല്ലേ, നമ്മള് എന്താ പറയാ, നീതി ദേവതയുടെ ആ ഒരു ഇത് കെനഡി ഇതിൽ വന്നിരുന്ന് കാസ്റ്റ് ചെയ്യപ്പെട്ടത് 1933 കേട്ടോ. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ അനദർ വൺ, ദാറ്റ് ഇസ് കൺഫർ അപ്പോൺ. കൺഫർ അപ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുക, ഗ്രാൻഡ് ചെയ്യുക. ഗ്രാൻഡും രണ്ടാണ് ഓർക്കണേ. ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നൗണും വേർബും ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഗ്രാൻഡ് കൊടുക്കുക എന്നാണ് അർത്ഥം. പ്രൊവൈഡ് സംവൺ, ഗിവ് സംവൺ എന്നൊക്കെയാണ് ഗ്രാൻഡിന്റെ അർത്ഥം അല്ലേ. ഗ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഗ്രാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. എന്നാൽ വേറൊരു വാക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്ക് വിശ്വസിക്കുന്നു, ഗ്രാൻഡ്, GRAND, ഗ്രാൻഡ്. ആ ഗ്രാൻഡ് അഡ്ജക്റ്റീവ് ആണ്. ഗ്രാൻഡ് ഫംഗ്ഷൻ അല്ലേ, അടിപൊളി, ഗംഭീരമായിരുന്നു അല്ലെ, ഗ്രാൻഡ് സെറിമോണി എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് ഗംഭീരം. ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോണേ, മാർവലസ്, അമേസിങ് എന്നൊക്കെ അർത്ഥമാണ് ഗ്രാൻഡ് അല്ലേ, അടിപൊളിയായിരുന്നു എന്നുള്ളത്. അടുത്ത് നോക്കിയേ, സെറ്റ് റൈറ്റ്. നോക്കിയേ, സെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ
സെറ്റ് റൈറ്റ് ദ പാത്ത് എന്ന് പറയില്ല, അല്ലെങ്കിൽ സെറ്റ് റൈറ്റ്, യു മസ്റ്റ് സെറ്റ് റൈറ്റ് യുവർ എന്താണ് മിസ്റ്റേക്സ്, ഓർ യു മസ്റ്റ് സെറ്റ് റൈറ്റ് യുവർ വേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കറക്റ്റ് യുവർ വേ, നിന്റെ രീതികൾ കറക്റ്റ് ആക്കുക, അമെൻഡ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അല്ലെ, കറക്റ്റ് ചെയ്യുക, ഓർ അമെൻഡ് സംതിങ്, കറക്റ്റ് ഓർ അമെൻഡ് സംതിങ്, അതിനാണ് സെറ്റ് റൈറ്റ് എന്ന് പറയാം. സെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലെങ്കിൽ അമെൻഡ് സംതിങ്. ഓർക്കുക കേട്ടോ, ഒന്ന് ഇന്ന് വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ, നമ്മൾ നോക്കുവാണ്, എന്തായാലും നോക്കൂ കേട്ടോ. All right, drafting committee has a spirit of justice when they framed the constitution. Yes, Rashmi, great. By the spirit of justice of Indian constitution, all citizens of India are equal in all manners. Great, Justin. Okay, the spirit of justice of judiciary lies in ensuring what? Ensuring that കൊടുക്കട്ടോ, Yamuna, ensuring that there is no per incurium. Very good, very good. All right, moving on to next one. പോയിന്റ് ഔട്ട്. നിങ്ങൾക്കറിയാം പോയിന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഔട്ട് ചെയ്യാന്ന് വാക്കിനർത്ഥം, നമ്മളൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ യു ആർ ടെല്ലിങ് സംതിങ് എന്നൊരു അർത്ഥം ഉണ്ടോ? ഒരു കാര്യം പറയുക, അല്ലാതെ അതിന് കൃത്യമായിട്ടൊരു അർത്ഥം പറയുകയാണെങ്കിൽ യു ആർ ഡ്രോയിങ് യുവർ അറ്റൻഷൻ, വൺസ് അറ്റൻഷൻ ടു സംതിങ്, ശ്രദ്ധ തിരിക്കുക, അല്ലെ, ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, യു ആർ പോയിന്റിങ് ഔട്ട് സംതിങ്. ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ പറയാണ്, എടുത്ത് പറയാണ് അതിനെ ചെയ്യുന്നത്, അല്ലെ. ഒരു കാര്യം എടുത്ത് ടെൽ സംതിങ് ഓർ ഡ്രോ യുവർ അറ്റൻഷൻ ടു സംതിങ്, ഒരു കാര്യത്തോട് നിന്റെ മറ്റുള്ളവരുടെ അറ്റൻഷൻ, നമ്മൾ ശ്രദ്ധ ആകർഷിപ്പിക്കുക, ദാറ്റ് ഇസ് പോയിന്റിങ് ഔട്ട്. പോയിന്റിങ് ഔട്ട് ദി മിസ്റ്റേക്സ് ഓഫ് സമൺ, or point out the consequences, point out the results, point out the methods, അങ്ങനെ methods to tackle COVID-19, അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുക. സോ ഡ്രോ വൺസ് അറ്റൻഷൻ ടു സംതിങ് എന്നാണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്ന വാക്ക് നിങ്ങൾക്കറിയാം. സെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ടു ബിഗിൻ, ടു സ്റ്റാർട്ട് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. തുടങ്ങുക, അല്ലെങ്കിൽ ടു അറേഞ്ച് സംതിങ്, പ്ലാൻ സംതിങ് എന്നൊക്കെ അർത്ഥമുണ്ട്. സെറ്റ് ഔട്ട്, ബിഗിൻ ഓർ അറേഞ്ച് അല്ലെങ്കിൽ പ്ലാൻ എന്നൊക്കെ അർത്ഥം ഉണ്ട് ഈ പറയുന്ന സെറ്റ് ഔട്ടിന്, ഓർത്ത് വെച്ചോണം. സോ ഫോർ എക്സാമ്പിൾ, ഹി സെറ്റ് ഔട്ട് ഫോർ എ ജേർണി, ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഹി സെറ്റ് ഔട്ട് ഫോർ എ ജേർണി, he set out his journey എന്നൊക്കെ പറയില്ലേ. he set out his journey to Kashmir, he set out his journey to the Himalayas എന്നൊക്കെ പറയില്ലേ. so that means began. സെറ്റ് ഔട്ടിന്റെ സെറ്റ് തന്നെയാണ് പാസ്റ്റ്, അല്ലെ. സെറ്റ് പുട്ട് സെറ്റ് ഹേർട്ട് V1 V2 V3 ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് വന്നാലും സെറ്റ് തന്നെയാണെന്നുള്ള കാര്യം ഓർത്തുക. ബട്ട് സിംഗുലർ വരുമ്പോൾ സെറ്റ്സ് ആണ്, അല്ലെ. ഹി സെറ്റ്സ് ഔട്ട് എന്ന് വരും. സിംഗുലർ ആകുമ്പോൾ അതനുസരിച്ച് സിംഗുലർ വേർബ് കൂടെ കൊടുക്കുന്ന കാര്യം ഓർത്ത് വെച്ചോളാം. കോൺകോഡ് എപ്പോഴും കറക്റ്റ് ആക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ലെറ്റ് മീ സീ. ഓക്കെ, all right. Nowadays we fear police are not obliged to letter of the law. Letter of the law, and Mary. Yes, right. Then I'm going to set right my way of HCA study. All right. Okay, you're going to amend it. Great. She point out all the evidence in the court to prove the case. Great. Yes. അപ്പോൾ നോക്കുക, വേർഡ്സ് എല്ലാം ഫ്രേസസ് ഒക്കെ ഓർത്ത് നോക്കുക. സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ്, ലെറ്റർ ഓഫ് ദ ലോ, കൺഫർ അപ്പോൺ, സെറ്റ് റൈറ്റ്, പോയിന്റ് ഔട്ട് ആൻഡ് സെറ്റ് ഔട്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച 6 idioms and phrases. Moving on to synonyms. Today's synonyms നോക്കാം, അതുപോലെ നമുക്ക് മറ്റു വാക്കുകളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഔട്ട് ബ്രേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഒമിക്രോണിനെ പറ്റി, COVID-19 ഔട്ട് ബ്രേക്കിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഒമിക്രോണിന്റെ ഔട്ട് ബ്രേക്കിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ഔട്ട് ബ്രേക്ക് അല്ല, ദാറ്റ്സ് നോട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ബട്ട് അത് ഔട്ട് ബ്രേക്ക്. നമ്മൾക്കറിയാം ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ. ഔട്ട് ബ്രേക്ക്, മലേറിയ ഒക്കെ വന്ന സമയത്ത് മലേറിയൽ ഔട്ട് ബ്രേക്ക്, അല്ലെ, നിപ്പ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ അറിയാം. വാട്ട് ഇസ് ഔട്ട് ബ്രേക്ക്? റാപ്പിഡ് സ്പ്രെഡ്, വളരെ എന്താണ്, ഒരുപാട് അധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് ഔട്ട് ബ്രേക്ക് എന്നാ പറയാം. നൗൺ ആണ്. സർജ്, ഫ്ലോ എന്നൊക്കെ പറയില്ലേ. ഔട്ട് ബേഴ്സ്റ്റ്, ഇറപ്ഷൻ എന്നൊക്കെയാണ് ഔട്ട് ബ്രേക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഓൾറൈറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ജസ്റ്റ് നോക്കട്ടെ. I have to set right my way of dealing with cunning people. All right, Tomsy. Kerala was conferred upon a part of financial aid to tackle COVID crisis. Okay, confer upon. Yes, all right. In that mysterious case, the victim got letter of the law. Okay. The spirit of justice is to maintain the law and order in the country. Yes. Police trying to set out. Police are trying to. അവിടെ നൗ വെർബിന്റെ ഓക്സിലറി വെർബില്ലല്ലോ നീനു. അപ്പൊ എന്ത് കൊടുക്കണം? പോലീസ് ആർ ട്രൈങ് ടു സെറ്റ് ഔട്ട് all the evidences ഉണ്ടോ? നോ, എവിഡൻസേ ഉള്ളൂ കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ കേട്ടോ, ഓർത്ത് വെച്ചോണം. എവിഡൻസസ് ഇല്ല, എവിഡൻസേ ഉള്ളൂ, മറന്നു പോരുതേ. ഓക്കെ,
My mother conferred upon my request. Okay. It took me a lot of practice to set right my focus in studies. Great. They set out the journey even though there is encroaching heat. Okay. Encroaching heat പറയില്ല യമുന. Scorching. തീക്ഷ്ണമായതാണെങ്കിൽ സ്ക്രോച്ചിങ് ഹീറ്റ് എന്ന് പറയും. എൻക്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ട്രസ്പാസ് ചെയ്യുക, അല്ലെ, കടന്നു കയറ്റം. അതാണ് എൻക്രോച്ചിങ് എന്ന് പറയാം. സോ ഇവിടെ മാറിപ്പോയതാ. സ്ക്രോച്ചിങ് ഹീറ്റ് ആണ് ഉദ്ദേശിച്ചത്. സിവിയർ ഹീറ്റ് അല്ലേ, അവിടെ സ്ക്രോച്ചിങ് എന്നാണ് അർത്ഥം. കേട്ടോ, ഓർത്ത് വെച്ചോണം. അതൊരു വേർഡ് മാറിപ്പോയി തമ്മിൽ, കൺഫ്യൂസിങ് വേർഡ് ആയിപ്പോയി യമുന. ഒന്ന് നോട്ട് ചെയ്യണേ. ഐ എം ഗോയിങ് ടു സെറ്റ് ഔട്ട് മൈ സ്റ്റഡീസ്. ഓക്കെ, ചൂസ്. India has to point out to improve number of media in upcoming Olympics. Medals are 11. I'm so sorry. Okay, India has to point out to improve number of medals in Olympics, upcoming Olympics. So Toisha, all right. The MP from Kerala tried to point out the Mullaperiyar issue so as to set right the Tamil Nadu's attitude towards the same. Okay, experts believe that Omicron virus outbreak is not going to bring catastrophic damage to global economy. Okay. Nowadays, government points out to the vaccination more than other restrictions. Yes, today's editorial analysis not discussed about Omicron. Not discussed. Today's editorial analysis is not discussing about today's editorial analysis is not discussing about Omicron outbreak. Okay. About not discussed എന്ന് പറഞ്ഞാൽ തെറ്റാണ്. Then COVID-19 outbreak was really a shocking news for everyone. Yes. Okay. Yeah. COVID-19 has an outbreak in the economy. Yeah. Okay. Great. We must set right any misunderstanding with our close ones. Okay. Government has to set right rude behavior of cops with people. Okay. The outbreak of COVID-19 paved the way for social restriction. Outbreak of paved way for social restriction. റീകൺസ്ട്രക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതോ റിസറക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? റിസറക്ഷൻ ആണെങ്കിൽ റിവൈവൽ ആണോ, സോഷ്യൽ റിവൈവൽ ആണോ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് റിസറക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ. നെക്സ്റ്റ് വൺ ഇസ് ഷ്രൗഡ്. ഷ്രൗഡ് എന്ന് പറഞ്ഞാൽ കവർ. എൻവലപ്പ് ഓർമ്മയുണ്ടോ? എൻവലപ്പും ഓർമ്മയുണ്ടോ? ഈ എൻവലപ്പിന്റെ അർത്ഥം പഠിച്ചതാണ് നമ്മൾ, അല്ലെ? ഈ എൻവലപ്പ്, ഒരു ഇ ഉണ്ടെങ്കിൽ അതിന് നൗൺ ആണ്, അല്ലെ? നൗൺ ആണ്. കവർ എന്ന് തന്നെയാണ് അർത്ഥം, ബട്ട് നൗൺ ആണെന്ന് മാത്രം. ഈ എൻവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക. വെയിൽ, നമ്മൾ പറയില്ലേ, വെയിൽ ചെയ്യുക, കവർ ചെയ്യുക. റാപ്പ് ചെയ്യുക, കവർ ചെയ്യുക, സെയിം മീനിങ് ആണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഡിലിജന്റ്ലി. ഡിലിജന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഡിലിജന്റ്ലി ഈസ് അഡ്വേർബ്. ഡിലിജന്റ്ലി എന്ന് പറഞ്ഞാൽ ഏർണസ്റ്റ്ലി, അസിഡുവസ്ലി, ഇൻഡസ്ട്രിയസ്ലി. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ആണ്, ഹാർഡ് വർക്കിംഗ്. അതിനാണ് ഹാർഡ് വർക്കിംഗ് ആണ് ഡിലിജന്റ് എന്ന് പറയാം. ഓക്കെ, ഡിലിജന്റ്, ഏർണസ്റ്റ്, അസിഡ്വസ്, ഇൻഡസ്ട്രിയസ്, ലബോറിയസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നല്ല എഫേർട്ടോട് കൂടി, വിത്ത് മച്ച് എഫേർട്ട് ആൻഡ് ഏർണസ്റ്റി ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് ഡിലിജന്റ്ലി എന്നുള്ള അർത്ഥം. അസിഡ്വസ്ലി, ഏർണസ്റ്റ്ലി, ഇൻഡസ്ട്രിയസ്ലി എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഓർത്ത് നോക്കാം കേട്ടോ. ദാറ്റ് ഇസ് അഡ്വേർബ് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞത്? ഓക്കെ, everyone must know and follow the letter of law on traffic regulations. Yes, great. COVID-19 has outbreaked അല്ല, ഔട്ട്ബ്രേക്ക് ഇസ് നൗൺ ആണ് കേട്ടോ. അപ്പൊ ഔട്ട്ബ്രേക്ക് പറയരുത് കേട്ടോ കൃഷ്. ജയശ്രീ, ഓക്കെ. ദ വൈറസസ് ഔട്ട്ബ്രേക്ക് അല്ല, ദ വൈറസ് ഔട്ട്ബ്രേക്ക് കൊടുത്താൽ മതി. വൈറസസ് എന്ന് പറയേണ്ട, വൈറസ് ഔട്ട്ബ്രേക്ക്. ഇഫ് നോ പ്രിവെൻഷൻ, ദ വൈറസ് ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത് ഇപ്പം കൊടുത്തേക്കുന്നത്, ജയശ്രീ കൊടുത്തേക്കുന്നത് വേർബ് ആയിട്ടാണ്. ഇറ്റ്സ് നോട്ട് വേർബ്, ഇറ്റ്സ് എ നൗൺ. അതൊരു നൗൺ ആണ് കേട്ടോ. അപ്പൊ അവിടെ അങ്ങനെ കൊടുക്കരുത്, വൈറസസ് ഔട്ട്ബ്രേക്ക് എന്ന് കൊടുക്കരുത്. The virus outbreak happens if not prevented, അല്ലെങ്കിൽ if prevention is not taken by the people. അങ്ങനെ കൊടുക്കാം. Okay, you can ഒന്ന് rearrange ചെയ്യാം. President can proclaim national emergency if there is an outbreak of war. Okay, the impetuous outbreak of Omicron makes the people confused. All right. Okay, the outbreak of Omicron virus is spreading fear among people. Yes, mock tests are necessary to set right our drawbacks. Yes. The Supreme Court pointed out the regressive judgment of subordinate court on child safety. Yes. Outbreak of another pandemics can deteriorate all sectors of the country. Okay. Try to shroud your ideas in front of competitors. Okay. Great. Many parents pointed out the consequences when government take a decision to reopen the schools. Yes. Shroud attitude എന്നൊരു യൂസേജ് ഉണ്ടോ? അത് ഷ്രൗഡ്, അത് അങ്ങനെയല്ല, ഷ്രഡഡ് അല്ലേ പറയുന്നത്. അത് ഷ്രൗഡ് എന്നൊരു ഇതല്ല, ഞാൻ പറയാം, അതിന്റെ വേറെ വ്യത്യാസമാണ്. അത് വേറെ ഒരെണ്ണമാണേ, ഷ്രൗഡ് ആറ്റിറ്റ്യൂഡ്. ഇതിപ്പം
ഷൗഡ് എന്ന് പറയുന്ന വേർബ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഷൗഡഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം, അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. ഷൗഡഡ് അങ്ങനെ പറയാം. ED ഫോമുലേഷൻ വരുമ്പോൾ V3 ഫോമിൽ അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇൻകോൺഗ്രുവസ്. നോക്കിയേ, ഇൻകോൺഗ്രുവസ് എന്ന വാക്ക് നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്. ഇൻകോൺഗ്രുവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ്. കോൺഗ്രുവസ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണ്, സ്യൂട്ടബിൾ ആണെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇൻകോൺഗ്രുവസ് ആണെന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, അൺസ്യൂട്ടബിൾ ആണ്, ഇനാപ്റ്റ് ആണ്. എന്താ, സ്യൂട്ടഡ് അല്ല, ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ എന്നുള്ള അർത്ഥമാണ്. സോ ഇൻകോൺഗ്രുവസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ അല്ലാത്ത, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഇനാപ്റ്റ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഇൻകോൺഗ്രുവസ്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ഇൻസെന്റിവൈസ്. ഇൻസെന്റിവൈസ് എന്ന് പറയുമ്പം എൻകറേജ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇൻസെന്റീവ് കൊടുക്കുന്നതിനെയാണ് ഇൻസെന്റിവൈസ് ചെയ്യുക എന്ന് പറയാം. വി മസ്റ്റ് ഇൻസെന്റിവൈസ് ദി poor nations, poor sectors of the society എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇൻസെന്റിവ്സ് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് ഇൻസെന്റിവൈസ് എന്ന് പറഞ്ഞാൽ. ഡിസ്ഇൻസെന്റിവൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളൊരു പ്രിഫിക്സ് ആഡ് ചെയ്യപ്പെടുന്നു. നെഗറ്റീവ് മീനിങ് വരുന്നു. അപ്പോൾ ഡിസ് വരുമ്പോൾ തന്നെ നെഗറ്റീവ് മീനിങ് ഇവിടെ വരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നു. അപ്പോൾ ഡിസ്ഇൻസെന്റിവൈസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് എന്താ? സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡിസ്കറേജ് ചെയ്യുക. എൻകറേജ് ചെയ്യുന്നതിനെ ഡിസ്കറേജ് ചെയ്യുന്നു, പെർസ്വേഡ് ചെയ്യുന്നതിനെ ഡിസ്വേഡ് ചെയ്യുന്നു, ഡിറ്റർ ചേഞ്ച് ചെയ്യുന്നു, കേർബ് ചെയ്യുക, മൊത്തത്തിൽ റിസ്ട്രെയിൻ ചെയ്യുക, കൺസ്ട്രെയിൻ ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യുക. ദാറ്റ്സ് ഡി ഇൻസെന്റിവൈസ് എന്ന് കൺസ്ട്രെയിൻ ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഡിസ്ഇൻസെന്റിവൈസ്. ഓക്കെ, ഡിലിജന്റ്ലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അക്ഷര. ഡിലിജന്റ്ലി എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് എന്നാണ് അർത്ഥം. അപ്പൊ ഡിലിജന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, ഏർണസ്റ്റ് പേഴ്സൺ, ഒരു കാര്യത്തിൽ ഒരു വർക്കിനോട് എന്താണ് പറയാ, സിൻസിയറിറ്റി കാണിക്കുന്ന ഒരാളെ നമ്മൾ പറയും ഡിലിജന്റ് ആണെന്ന് പറയും. അപ്പൊ ഡിലിജന്റ്ലി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ, ഏർണസ്റ്റ്ലി, അസിഡുവസ്ലി, ഹാർഡ് വർക്കിയോടെ, ആത്മാർത്ഥതയോടെ ഒരു കാര്യം വർക്ക് ചെയ്യുന്ന ഒരാളെ നമുക്ക് പറയുന്ന പോലെ ഡിലിജിയസ് ആണ്, അസിഡുവസ് ആണ്, ഇൻഡസ്ട്രിയസ് ആണ് എന്നൊക്കെയാ പറയാം. അപ്പൊ വർക്ക് നന്നായി ചെയ്യുന്ന ഒരാളെ ഇൻഡസ്ട്രിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ വർക്കിനോട് കൂടുതൽ താല്പര്യമുള്ള. സോ ദാറ്റ് ഈസ് ഡിലിജന്റ്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള വിത്ത് ഏർണസ്റ്റി, വിത്ത് എന്താണ് എന്താ പറയാ, നമ്മൾ പറയാ ഏർണസ്റ്റിയോടെ, ആത്മാർത്ഥതയോടെ എന്നൊക്കെ പറയില്ല, അതാണ്. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. ഇന്ത്യൻ ഗവൺമെന്റ് ഹാഡ് വറീഡ് അബൌട്ട് അല്ലേ, വറീഡ് ഫോർ അല്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഹാഡ് വറീഡ് അബൌട്ട് ഔട്ട്ബ്രേക്ക് ഓഫ് ഒമിക്രോൺ വൈറസ് ഇൻ കർണാടക. അങ്ങനെ ഹി ഡിലിജന്റ്ലി ട്രൈ ടു സ്കോർ ഹൈ മാർക്സ്. ഗ്രേറ്റ്. മനസ്സിലായല്ലോ അക്ഷര. The lethal coronavirus outbreak had disincentivized traditional shopping methods. Okay. Dissuaded അല്ലേ ഉദ്ദേശിക്കുന്നത്? Yes. Discouraged. Yes. I started studying HCA diligently. Okay, great. Then the studying HCA അല്ല, studying for HCA. HCA is ഇതല്ലേ, ഒരു എക്സാമിന്റെ ഒരു ടൈറ്റിൽ അല്ല. അപ്പൊ എന്താ പറയാ, I started studying for HCA diligently കേട്ടോ കൊടുക്കുക. And the government has set out new plans to curb the rate of unemployment. Yes, his 5-year rule was shrouded with corruption allegations. Okay, sometimes government is trying to shroud the actual number of positive cases of corona. Okay, the political criminals are shrouded well by those in power. Okay, an outbreak regarding the failure of that chit fund created panic among the investors. Yes, the BSF should be shrouded with more safety features to prevent them from attacks. Yes, I shrouded my pain in front of my parents when they came to visit me at hospital after I had met with an accident. Very good. Well structured sentence. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. Very good. Okay. Some people are incongruous. Congruousന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം അശ്വിനി. ഓക്കെ, അശ്വിനി എനിക്ക് തോന്നുന്നു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഇൻകോൺഗ്രുവസിന് ഒരു യു അവിടെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. Okay, to our society. Yes. Some countries are accused to have shrouded their poor human rights records in the name of sports. Okay. Yes. Yeah. His behavior is incongruous with situation. Okay, inappropriate. Yes. We can track HC examination only if we work hard diligently. Work hard diligently കൊടുക്കല്ല പ്രവീണ. എന്തുകൊണ്ടാ? ഡിലിജന്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ വർക്ക് ഹാർഡ് തന്നെ. അപ്പൊ പിന്നെ വർക്ക് ഹാർഡിന്റെ കൂടെ ഡിലിജന്റ്ലി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, അവിടെ അങ്ങനെ കൊടുക്കരുത്. ഇഫ് യു വർക്ക് ഡിലിജന്റ്ലി, ഹാർഡ് അവിടെ വേണ്ട. മനസ്സിലായോ? അപ്പൊ പ്രവീണ എന്ത് ചെയ്യണം? ഹാർഡും കട്ട് ചെയ്തു. ഇഫ് വി വർക്ക് ഡിലിജന്റ്ലി, അത് മതി. He constantly tried to shroud his incongruous attitude by anyhow, it reflected in his activities and disincentivized people around him. Okay. Since Antic Peace looks mysterious, mysterious spelling endana? MY ആണ് mysterious. Okay, MY ആണ്. Yes. I personally felt that it is incongruous here. Okay, fine. The mob shrouded actor Surya's house in order to unnerve him. Okay. Many people in society are working diligently. Yes, are working diligently. Correct ആണ് Aisha. Very good. Correct ആണ്. Okay. Yes, I'm preparing for bank exams diligently since 1 year. Okay, fine.
I'm diligently working in English content writing to crack HC exam. Great. Low salary was given by the company, disincentivized the okay. അവിടെ ഒരു തെറ്റുണ്ട്, ഇനിയും ഞാൻ ക്ലിയർ ആക്കി തരാം. ലോ സാലറി വാസ് ഗിവൺ വേണ്ട, ലോ സാലറി ഗിവൺ ബൈ ദ കമ്പനി ഡിസ്ഇൻസെന്റിവൈസ് ദി എംപ്ലോയീസ് കൊടുക്കുക കേട്ടോ. അവിടെ വാസ് വേണ്ട, ബിക്കോസ് നമ്മൾ സാലറി തന്ന ഗവൺമെന്റ് കമ്പനിയോട് എന്നല്ലേ, അപ്പോൾ അങ്ങനെ വേണ്ട. ഓക്കെ. ഐ എം ഡിലിജന്റ്ലി വർക്കിംഗ് ഫോർ കറക്റ്റിംഗ് മൈ ഇൻകോൺഗ്രസ് നേച്ചർ ഓഫ് മാനേഴ്സ്. ഓക്കെ, ഓൾ റൈറ്റ്. ബിഹേവിയർ അല്ല ഉദ്ദേശിക്കുന്നത്, ദാറ്റ്സ് റൈറ്റ്. പാസ് സം എക്സാംസ്, പാസ് സം എക്സാംസ് അല്ല, some past exams. കേട്ടോ അശ്വതി, some past exams disincentivize my confidence കൊടുക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എംബ്ലം അങ്ങനെയൊക്കെയല്ല അർത്ഥം, സൈൻ, ലേബൽ എന്നൊക്കെയാണല്ലോ. നൗൺ ഉണ്ടേ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. സോ ഇൻഡിക്കേറ്റർ ആണ് ഫ്ലാഗ്. അപ്പോൾ ഫ്ലാഗ് എന്ന വേർബിന്റെ മീനിങ് എന്താ? ഇൻഡിക്കേറ്റ്, ഐഡന്റിഫൈ, പോയിന്റ് ഔട്ട്, മാർക്ക്, ലേബൽ എന്നൊക്കെയാണ്. ഓർക്കുക, ഫ്ലാഗ് ചെയ്യുക. ഫ്ലാഗ് സംതിങ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് സംതിങ്. ഐ ഫ്ലാഗ് ഡേഞ്ചർ നൗ. ദിസ് ഫ്ലാഗ്സ് ഡേഞ്ചർ. ഇത് ഒരു ഡേഞ്ചർ, എന്തോ ഒരു ഡേഞ്ചർ വരുന്നുണ്ടെന്ന് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഫ്ലാഗ്സ് ഡേഞ്ചർ എന്ന് പറയും അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചോണം ഫ്ലാഗ് എന്ന വാക്കിന്റെ അർത്ഥം. എക്സാം ഒരഞ്ചു നമുക്ക് ജാനിന് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ, ഡിസംബറിൽ എന്തായാലും ഇല്ല, ടൈം ഉണ്ട്, ഒരു മാസം പഠിച്ചോളാം. അറ്റ് ടൈംസ് യു ഷുഡ് ട്രൗഡ് യുവർ വീക്ക്നെസ്സസ് ബിഫോർ അതേഴ്സ്. HCL ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രഞ്ജു അങ്ങനെയാണ്. ലാസ്റ്റ് ഇയേഴ്സ് ഫയർ ഔട്ട് ബ്രേക്ക് ഇൻ Amazon forest substantially diminished the green cover. Yes it is. He was being disincentivized by his lazy friends during the government exam preparation. Okay. Discouraged, alle? Yes. It is incongruous to use this method for this problem. Okay. Some people disincentivize more innovations. Okay. Shut your mouth. Okay. Cover your mouth. Your talk is incongruous here. All right. Moving on to next one. Indiscriminate. Discriminate ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യാന്നാണ് അല്ലേ? സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഓരോന്നിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നതിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്നൊരു അർത്ഥം. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് സെൻസ് ആൻഡ് നെഗറ്റീവ് സെൻസ് പറയുമല്ലോ. പോസിറ്റീവ് സെൻസിലാണെങ്കിൽ നമ്മൾ പറയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ക്ലാസിഫൈ ചെയ്യാന്നൊക്കെയാണ് അർത്ഥം. ഡിസ്ക്രിമിനേറ്റ്, ഡിഫറൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക, ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റ്. ഇൻഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട്, ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റീവ്, റാൻഡം. ഇൻഡിസ്ക്രിമിനേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം ഡിസിഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കി കരുതി കണ്ട് ചെയ്തൊന്നുമില്ല, പെട്ടെന്നൊരു റാൻഡം ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അൺസെലക്റ്റീവ്, സെലക്റ്റീവ് അല്ല. ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്തെടുക്കുവാണല്ലോ. സോ ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ അൺസെലക്റ്റീവ് അല്ലെങ്കിൽ നോൺ സെലക്റ്റീവ്. റാൻഡം, 2 തവണ റാൻഡം പറഞ്ഞില്ല, സോറി. ഓക്കെ, റാൻഡം 2 തവണ വേണ്ട, 1 തവണ മതി റാൻഡം. ഓക്കെ. യെസ്. ജനറൽ ആയിട്ട് അല്ലേ, സ്പെസിഫിക് അല്ല, ജനറൽ ആയിട്ട് കേട്ടോ. ജനറൽ, റാൻഡം, അൺസെലക്റ്റീവ്, വൈഡ് എന്നൊക്കെയാണ് അർത്ഥം. ഇൻഡിസ്ക്രിമിനേറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് അപ്രോച്ച് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ഐ ഗസ്. അടുത്ത വാക്കാണ് അഡിയറൻസ്. അഡിയറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അഡിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലൈ ചെയ്യുക, കൺഫർ ചെയ്യുക എന്നൊക്കെയാണ്. ഒബേ ചെയ്യുക, ഫോളോ ചെയ്യുക. സോ അഡിയറൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലയൻസ്, ഒബീഡിയൻസ്. ഓക്കെ. ടോളറൻസ്, ലോയൽറ്റി. കേട്ടല്ലോ. കംപ്ലയൻസ് എന്ന വാക്ക് ഓർത്ത് വെച്ചോണം, ഒബീഡിയൻസ് എന്ന വാക്കാണ് കേട്ടോ. ഒബീഡിയൻസ് എന്നാണ്. ഓൾ റൈറ്റ്. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക കംപ്ലയൻസ് എന്ന വാക്ക്. ഒരുപാട് തവണ കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന കംപ്ലയൻസ്, കോംപ്ലിമെന്റ്, എന്താ കംപ്ലൈന്റ് കേട്ടോ. എന്താ കംപ്ലൈൻസ്, കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്, കൺഫ്യൂസിങ് വേർഡ്സ് വരുന്നത്. നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. അടുത്താണ് കോംപ്ലിമെന്റ്. നോക്കുക, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ കോംപ്ലിമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംതിങ്, ഇറ്റ്സ് ദിസ് ഇസ് എ കോംപ്ലിമെന്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ദിസ് എൻ അഡീഷണൽ സംതിങ് ഫോർ യു, ദാറ്റ് ഇസ് കോംപ്ലിമെന്റ്. അഡീഷണൽ എന്തെങ്കിലും ആണെങ്കിൽ കോംപ്ലിമെന്റ് എന്ന് പറയും. PLEMENT കോംപ്ലിമെന്റ്. PLIMENT കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയില്ലേ, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ കോംപ്ലിമെന്റ് ആണ്. PLIMENT. കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലൈന്റ്, പരാതി. കംപ്ലൈൻസ്, പരാതികൾ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് അല്ലെ, ഒബീഡിയൻസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോണം, ഈ വാക്കുകളൊക്കെ കൺഫ്യൂസ് ഇതാക്കരുത് കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. എന്തോ തമാശ കളഞ്ഞല്ലോ, പറഞ്ഞല്ലോ. Nowadays peacocks are commonly seen flags coming drought. The sentence തെറ്റാ. Nowadays peacocks are commonly seen which flags the arrival of drought എന്ന് കൊടുക്കുക. Nowadays peacocks are commonly seen which flags കേട്ടോ, which flags the arrival of drought എന്ന് കൊടുക്കുക.
That's clear. Appa correct. Her diligent attitude towards work shrouded the need for an additional employee at work. Okay, covered. Okay. The outbreak of Omicron flags something bad. Yes. Eutrophication flags the increased amount of nitrogen in water. Yes. Her attitude flags her hatred towards it. Okay. The disaster management flagged the areas prone to landsliding. Flagged എന്ന് ഉദ്ദേശിക്കുന്നത് pointed out അല്ല indicated. Yes. ഫ്ലാഗ് ഔട്ട് എന്നുള്ള ഒരു ഫ്രേസൽ വേർബ് ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഒയ്യോ അങ്ങനെ പറയും ഇംഗ്ലീഷിൽ, അതിൻ്റെ ഉണ്ട് അമൽ, ഉണ്ട്, അതിനുണ്ട് അങ്ങനെ വെട്ടിയിട്ട വാഴ പോലെ കിടക്ക എന്നുള്ള ഇതുണ്ട്, അതിനുള്ളതുണ്ട്, ഇംഗ്ലീഷിലൊരു ഇഡിയം ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് റൈറ്റ് നൗ. പക്ഷെ ഞാൻ എന്തായാലും അമലിനത് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, മെന്റേഴ്സ് ഫ്ലാഗ് ഔട്ട് അവർ മിസ്റ്റേക്സ്. ഫ്ലാഗ് അവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മതി, ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഫോർ എ ബെറ്റർമെന്റ് വിനീത. ഓക്കെ, ഐ വൺ 1,000 rupees ഫോർ 1,000 rupees എന്ന് പറയില്ല കേട്ടോ, കാരണം റുപ്പീസ് പ്ലൂറൽ അല്ലേ. അപ്പൊ എന്ത് കൊടുക്കണം? ഐ വൺ 1,000 rupees പ്രൈസ് ആണെങ്കിൽ ഓക്കെ, ഐ വൺ 1,000 rupees പ്രൈസ് ഫോർ ആൻ ഇൻഡിസ്ക്രിമിനേറ്റ്ലി സെലക്ടഡ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഐ വൺ 1,000 rupees മതി കേട്ടോ. ജസ്റ്റിൻ മനസ്സിലായോ? ഐ വൺ 1,000 rupees അല്ലെങ്കിൽ ഐ വൺ 1,000 rupees പ്രൈസ് ഫോർ ആൻ ഇൻഡിസ്ക്രിമിനേറ്റ്ലി സെലക്ടഡ് ലോട്ടറി. കാരണം എ എന്ന് പറയുന്നത് സിംഗുലറിന് ഇടത്തുള്ളൂ, റുപ്പീസ് അവിടെ പ്ലൂറൽ ആണ്. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഐ വൺ 1,000 rupee പ്രൈസ്, 1,000 rupee പ്രൈസ് മതി. I got the selection in the team indiscriminately. Okay. Yes. Yes, yes. Lying down like a, oh God. Oh God, Sophie. At the lab instructor asked to flag the parts of cockroach after dissection. Okay. You are not ready to cooperate with the police, which flags your involvement in the crime. Okay. Headlights are adhering to the incongruous rain. Yes. The minister flags the outbreak of pandemic due to the carelessness from the part of the laboratory. Yes. അടുത്ത വാക്ക് നോക്കി, ഓറിയന്റേഷൻ. യു നോ വാട്ട് ഓറിയന്റേഷൻ ഇസ്? അഡാപ്റ്റേഷൻ, എയിം, ഇൻക്ലിനേഷൻ, പ്രിഫറൻസ് എന്നൊക്കെയാണ് ഓറിയന്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കാര്യത്തോടുള്ള ഒരു എയിം, ഇൻക്ലിനേഷൻ, ഒരു ചായ്വ്, ഒരു ടെൻഡൻസി, ഒരു താല്പര്യം, അതിനൊക്കെയാണ് ഓറിയന്റേഷൻ എന്ന് പറയാം. അഡാപ്റ്റേഷൻ, പ്രിഫറൻസ് ഒക്കെ. ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ക്രോമസോമിന്റെ ഓറിയന്റേഷൻ, യു നോ വാട്ട് ഇറ്റ് ഇസ് അല്ലെ? ക്രോമസോമൽ ഓറിയന്റേഷൻസ്, സെക്സ് ഓറിയന്റേഷൻ അല്ലെ, അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. സോ ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. ഓർത്ത് വെച്ചോളൂ, അഡാപ്റ്റേഷൻ, എയിം, ഇൻക്ലിനേഷൻ, പ്രിഫറൻസ് എന്നൊക്കെയാണ്. അടുത്ത വാക്ക് ഇംപെററ്റീവ്. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത വാക്കാണ്. ഇംപെററ്റീവ് ഇസ് എ നൗൺ ആസ് വെൽ. ഇംപെററ്റീവ് ഇസ് എ നൗൺ ആസ് വെൽ ആസ് ആൻ അഡ്ജക്റ്റീവ്. ഇംപെററ്റീവ് നൗൺ ആയിട്ട് പറയുമ്പോൾ ഏറ്റവും എസെൻഷ്യൽ ആയ ഒരു കാര്യം, ഇമ്പോർട്ടൻറ്റ് തിങ്, എ മാറ്റർ വിച്ച് ഹാസ് ഗ്രേവ് ഇമ്പോർട്ടൻസ്, അതിനെ ഇംപെററ്റീവ് എന്ന് പറയും. ഓക്കെ, ഇംപെററ്റീവ് ആണ്. ഇറ്റ്സ് ആൻ ഇംപെററ്റീവ് എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമില്ലേ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇംപെററ്റീവ്. ഇംപെററ്റീവ് ടു സംതിങ്. അത് വേണം, നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് സംതിങ്. അതാണ് ഇംപെററ്റീവ്. എന്നാൽ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇതൊക്കെയാണ്: വൈറ്റൽ, ക്രൂഷ്യൽ, ക്രിട്ടിക്കൽ, പെരംറ്ററി എന്നൊക്കെയാണ്. സോ പെരംറ്ററി, ക്രിട്ടിക്കൽ, ക്രൂഷ്യൽ, വൈറ്റൽ, സിഗ്നിഫിക്കൻറ്റ്, ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. യു നോ ഇറ്റ്, ഐ ഗസ്. ഇത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കുകളാണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ. Is indiscriminate behavior and adherence to the situation one the proclivity of the people. Yes. Okay. Citizens are obliged to be in adherence to the law of nation. Yes. The companies always provide orientation programs to their newly appointed employees. Yes. Complaints in example പറയണോ? His compliance obedience തന്നെയാണ്. His compliance to the law proves him as a better citizen. അല്ലെങ്കിൽ എന്തെങ്കിലും his compliance to the laws of the company proves him a better employee. That's it. A better employee. That's enough. അത് മതി. Compliance, loyalty എന്നൊക്കെ അർത്ഥം. That's it. Okay, ഓർത്ത് വെച്ചോളാം. Moving on to next one, coerce. coerce എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്കാണ്. coerce എന്ന വാക്കിന്റെ അർത്ഥം പ്രഷർ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക എന്നൊക്കെയാണ്. പെർസ്വേഡ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ആട്ടോ. നമ്മൾ കുറച്ചൊരു ഫോഴ്സ്ഫുള്ളി പെർസ്വേഡ് ചെയ്യുന്ന നമ്മൾ ഒരാളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ അർത്ഥമുള്ളൂ. ബട്ട് കൊയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഡീപ്പ് മീനിങ് വരുന്നുണ്ട്. ഫോഴ്സ്ഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെ നിർബന്ധിക്കുകയാണ്. യു ആർ നിർബന്ധിക്കലിങ് സംബഡി, യു ആർ ഫോഴ്സിങ് സമ്മൺ, യു ആർ കമ്പലിങ് സമ്മൺ, ഇൻഫ്ലുവൻസ് സമ്മൺ. ഫോഴ്സ്ഫുള്ളി കേട്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഫോഴ്സ്ഫുള്ളി, അല്ലെങ്കിൽ പ്രഷറൈസ് സമ്മൺ ഓർ പ്രഷർ സമ്മൺ, പെർസ്വേഡ് സമ്മൺ എന്നൊക്കെയാണ് കൊയേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തത് കൊയേഷൻ, പ്രഷർ, അപ്പോൾ ഫോഴ്സ് എന്നൊക്കെയാണ്. സോ കൊയേഴ്സ് എന്ന് പറയുന്ന അർത്ഥം പെർസ്വേഡ് ചെയ്യുക, പ്രഷർ ചെയ്യുക, കമ്പൽ ചെയ്യുക, ഫോഴ്സ് ചെയ്യുക ഓർ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഓക്കെ. അടുത്ത വാക്കാണ് അൺഫാതമബിൾ.
unfathomable എന്ന് ഇംഗ്ലീഷിലൊക്കെ മൂവീസ് ഒക്കെ ടൈറ്റിലൊക്കെയാണ്. unfathomable distance, unfathomable thing, matter എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? unfathomable ആണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻസ്ക്രൂട്ടബിൾ എന്നാണ് അർത്ഥം. ഇൻസ്ക്രൂട്ടബിൾ അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. എന്താ അർത്ഥം? ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. എക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. എനിഗ്മാറ്റിക്, സെയിം വേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, ആൻഡ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതിനെയാണ് അൺഫാദമബിൾ എന്ന് പറയാം. ഡീപ്പാണ്, ഡീപ്പാണെന്ന് പറയുമ്പോൾ തന്നെ നോക്കിയാൽ ഇറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ്. ഇറ്റ് ഹാസ് എൻ ഫാതമബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പർ മീനിങ്, പ്രൊഫൗണ്ട് മീനിങ് എന്നൊക്കെയാണ് അർത്ഥം. സോ ഇൻഎക്സ്പ്ലിക്കബിൾ, ഇനിഗ്മാറ്റിക് എന്നൊക്കെയുള്ള അർത്ഥം ഓർത്തു വെച്ചോളാം. ഓക്കെ, ദാറ്റ് ഈസ് അൺഫാതമബിൾ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തു വെച്ചോണേ. ദെൻ നോക്കട്ടെ, പ്രൊക്ലൈവിറ്റി എന്ന് പറഞ്ഞാൽ ചായ്വ്. പ്രൊക്ലൈവിറ്റി ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, എന്താണ്? ഇൻക്ലിനേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. റുഹാന ഇന്നലെ പറഞ്ഞ വാക്കാ. ഇന്നലെ പ്രൊക്ലൈവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്കൂൾസ് ആർ കണ്ടക്ടിംഗ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അബൌട്ട് കരിയർ ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ. യെസ്. Incongruous utilization of mineral resources by private firms flagged serious concern to Mother Nature. Okay. Emerging of new virus traits, flavor biowar. Traits. Sorry. അതിലൊരു പ്രശ്നമുണ്ട് നീനു. Emerging of new virus traits, ഫ്ലാക്സ്. കാരണം എമേർജിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. എമേർജിംഗ് ആണ് സബ്ജക്ട്. അപ്പോൾ ഫ്ലാക്സ് ബയോവാർ കൊടുക്കുക കേട്ടോ. ഐ ആം ഇൻ ഓറിയന്റേഷൻ ടു ട്രഡീഷണൽ ഡിസൈൻസ് than the contemporary ones. Okay. My current situation is imperative as I don't have a job or income. Okay. Yes. Police coerce him to accept the crime. All right. Survival of the fitness applies to every level of fitness. FIT illa to. Level of life. It basically means orientation to any adverse situation. Yes. Adaptation. Yes. Your compliance to working hard proves to be the best strategy to crack exams. Okay. What is imperative for life? Yes. Her adherence towards the job is appreciable. Yes. Indian health sector needs imperative development due to the outbreak of COVID-19. Yes, it needs. The government coerces the educational institutions to reopen. Okay. Okay. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ദ ഗവൺമെന്റ് കൊയേഴ്സ് ആണോ? അല്ല. ഗവൺമെന്റ് കൊയേഴ്സ്ഡ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കൊയേഴ്സസ്. ഗവൺമെന്റ് ഇസ് സിംഗുലർ. അപ്പൊ ഗവൺമെന്റ് കൊയേഴ്സസ് ഓർ കൊയേഴ്സ്ഡ് പാസ്റ്റിൽ കൊടുക്കുക കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഇറ്റ് ഈസ് എ coercive decision that the repealing of the 3 farm laws. Yeah, okay. Coercive, correct ആണ്. Before watching your editorials, Hindu writings were unfathomable for me. Oh, great, all right. Fittest ആണ് ഉദ്ദേശിച്ചത്. That's right. Survival of the fitness അല്ല, survival of the fittest. നമ്മുടെ ഡാവിന്റെ തിയറി. Yes, I get it. Dad coerced my brother to take up medical profession, though he is more into designing. All right, that's great, Vinita. Okay, moving on to next one is baffle. Baffle ചെയ്യാന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യുക, പെർപ്ലെക്സ് somebody, അല്ലെ? പെർപ്ലെക്സ്, puzzle, bewilder, confuse, mystify. അപ്പൊ ബാഫിൾ എന്ന വാക്കിന്റെ അർത്ഥം നമ്മളാകെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, ദാറ്റ് ഇസ് കൺഫ്യൂസ് ചെയ്യുക. വേർബാണ്, അതാണ് പെർപ്ലെക്സ്. ഒരുപാട് കൺഫ്യൂഷൻ ആയെങ്കിൽ വി സേ വി ആർ പെർപ്ലെക്സ്ഡ്, അല്ലെ? ഐ എം കൺഫ്യൂസ്, ഐ എം പെർപ്ലെക്സ്ഡ്, അതാണ്. പസിൽഡ് ഒക്കെ പറയില്ലേ, സെയിം വേ. പെർപ്ലെക്സ്, പസിൽ, ബിവിൽഡർ, കൺഫ്യൂസ്, മിസ്റ്റിഫൈ, അതാണ് ബാഫിൾ എന്ന വാക്കിന്റെ അർത്ഥം. ബാഫിൾ. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് മില്യ. മില്യു അല്ല, ഇറ്റ്സ് മില്യ. മില്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൗൺ. മില്യ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഡ്രോപ്പ്, എൻവയൺമെന്റ്, ബാക്ക്ഡ്രോപ്പ്, സെറ്റിംഗ്, കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ ഫോർ എക്സാമ്പിൾ, when we consider the milia of the criminal, background of the criminal, of the culprit, it is evident that he has undergone a lot of abuse or social abuse, political abuse, like that. എന്ന് പറയാം. മില്യ എന്ന് പറഞ്ഞാൽ ബാക്ക്ഡ്രോപ്പ്, ബാക്ക്ഗ്രൗണ്ട്, സെറ്റിംഗ്, കോണ്ടെക്സ്റ്റ് എന്നൊക്കെയുള്ള കാര്യം ഓർത്ത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സോഷ്യൽ മില്യ, പൊളിറ്റിക്കൽ മില്യ എന്നൊക്കെ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്നൊക്കെയാണ്. ഒരുപാട് യൂസ് ചെയ്യുന്ന ഭയങ്കര കോമൺ ആയിട്ടുള്ള വേർഡാണ് കേട്ടോ. അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചോണം. മില്യ, എൻവയൺമെന്റ്, ബാക്ക്ഗ്രൗണ്ട്, സെറ്റിംഗ്, കോണ്ടെക്സ്റ്റ് എന്നൊക്കെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് കോഗ്നിസെന്റ്. കോഗ്നിസീവ് എന്നൊക്കെ പറഞ്ഞാൽ അറിവ്, അല്ലെ? കോഗ്നിസെന്റ് നമ്മുടെ ഒരു അവയർനെസ് എന്നൊക്കെയാണ് കോഗ്നിസെൻസ്. അപ്പോ കോഗ്നിസെന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അവെയർ, കോൺഷ്യസ്, അപ്രൈസ്, സെൻസിറ്റീവ് ടു,
ഫെമിലിയർ വിത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു കാര്യത്തോടുള്ള അറിവ്, സെൻസിറ്റീവ് ആണ്, സെൻസിറ്റീവ് ടു സംതിങ്, അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ട് അതിനെപ്പറ്റി, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഫെമിലിയർ വിത്ത് എന്നൊക്കെയാണ് ഈ പറയുന്ന, ഫെമിലിയറിൻ്റെ കൂടെ വിദ്യ വരുള്ളൂ കേട്ടോ, അത് ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. ഫെമിലിയർ വിത്ത് സംതിങ്, സെൻസിറ്റീവ് ടു സംതിങ്, അപ്രൈസ്ഡ്, കോൺഷ്യസ്, അവെയർ എന്നൊക്കെയാണ് കോഗ്നിസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോളാം, കോഗ്നിസെന്റ്. ഓക്കെ, യെസ്. It will be an unfathomable moment when we get offer letter from High Court. Of course, you will you will be bewildered. You will be perplexed. You will be happy. I mean, you will be overwhelmed. The passion she has towards the writing style of the author, which in turn coerced her his style. All right, forced her, compelled her. She coerced me a lot in my difficult times. All right. Yes. All right. Baffled, flexible എന്ന വാക്കില്ല. Flexible എന്ന വാക്കില്ല. ഇല്ല കേട്ടോ. ഫ്ലെക്സിബിൾ ഇസ് സംതിങ് ഡിഫറെന്റ്. ഇല്ല അതില്ല കേട്ടോ സിസ്വാന. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ ഇസ് ബാഫിൾ. ഇസ് ബാഫിൾ അല്ല, ഇസ് ബാഫ്ലിംഗ് കേട്ടോ. ക്രിഷ്, ഹർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ ഇസ് ബാഫ്ലിംഗ് കേട്ടോ. ING ഫോം കൊടുക്കുക. ഇസ് ബാഫ്ലിംഗ്, പെർപ്ലക്സിംഗ്, കൺഫ്യൂസിംഗ് എന്ന് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഹിസ് ചേഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് ബാഫിൾ ദ പോലീസ്. ഓക്കെ, ബ്ലാബർ എന്ന വേർഡ് ഉണ്ട്, ബ്ലാബർ എന്ന വേർഡ് ഉണ്ട്. പക്ഷെ BLA BBER ആണ്, ഡബിൾ ബി ഉണ്ട് കേട്ടോ, BBER. മിസ് Dhoni, MS Dhoni tactics is baffle the batsman. Is baffled the batsman. illa, is baffling the batsman in crucial time of the innings. Crucial the spelling CRUCIAL, crucial. Okay, notuka. Next one. She is baffled in choosing the stream for her degree. Okay, confused. Okay, people who watching alla, people who are watching marakar. People who are watching America, that they were അതിലൊരു തെറ്റുണ്ടല്ലോ ഹരി. പീപ്പിൾ ഹൂ ആർ വാച്ചിങ് ഓർ ഹൂ വേർ വാച്ചിങ് അമേരിക്ക. ബാക്കി എന്താ ഇതില്ല, ദാറ്റ് കഴിഞ്ഞിട്ട് ബാക്കി അതിന് മുമ്പ് ഒരു ഇത് വേണമല്ലോ. ആ ക്ലോസ് കംപ്ലീറ്റ് അല്ല, ക്ലോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഷീ ഈസ് കോഗ്നിസന്റ് ടു ഹർ ഫീലിംഗ്സ്. ഓക്കെ, ഷീ ഗോട്ട് ബാഫിൾഡ് വിത്ത് ദ സർപ്രൈസിംഗ് ക്വസ്റ്റ്യൻ. ഗ്രേറ്റ്. മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ, നഡ്ജ്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് വാക്കാണ് നഡ്ജ്. നഡ്ജ് നമ്മൾ പറഞ്ഞു മടുത്തു. ജാബ്, പോക്ക്, പ്രൗഡ്, പുഷ് എന്നൊക്കെയാണ് അർത്ഥം. പോക്ക്, പ്രോഡ്, പുഷ്, ജാബ്, ഡിഗ് എന്നൊക്കെയാണ് നഡ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം. നഡ്ജ് സംവൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പുഷ് ചെയ്ത് കൊടുക്കുക, ഒരാളെ കുറച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെർസ്വേഡ് സമ്മൺ എന്നൊക്കെ ഒരു അർത്ഥമില്ല, അതാണ് നഡ്ജ് എന്ന് പറയാം. പെർസ്വേഡ് സമ്മൺ, ഇൻഫ്ലുവൻസ് സമ്മൺ എന്നൊക്കെ അർത്ഥമുണ്ടേ. ഇത് ഇൻഫ്ലുവൻസ് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഒരാളെ പുഷ് ചെയ്യാണ്, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, ഒരാളെ പെർസ്വേഡ് ചെയ്യാണ് എന്നൊക്കെ അർത്ഥം നഡ്ജിനുണ്ട്. ബട്ട് സ്ലൈറ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ഇൻഫ്ലുവൻസും പെർസ്വേഡിൻ്റെയും രണ്ടിൻ്റെ കൂടെ ഓർക്കണം, സ്ലൈറ്റ്ലി നേരിയ രീതിയിലാണ്, സ്ലൈറ്റ്ലി ആണ് നിങ്ങൾ കൊടുക്കുള്ളൂ പെർസ്വേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി പെർസ്വേഡ് സമ്മൺ, സ്ലൈറ്റ്ലി ഇൻഫ്ലുവൻസ് സ്ലൈറ്റ്ലി ഓർ പെർസ്വേഡ് സ്ലൈറ്റ്ലി, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്കാണ് റെട്രോഗ്രേഡ്. റെട്രോഗ്രേഡ് എന്ന വാക്കിന്റെ അർത്ഥം റെട്രോഗ്രേഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. റെട്രോഗ്രേഡ് നോഷൻസ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള പഴയ രീതിയിലുള്ള, ദാറ്റ് ഇസ് റിഗ്രസീവ്, പഴയ രീതിയിലുള്ള, പിന്നെ പഴയോട്ട് പോവുകയാണ്. വി ആർ ഗോയിങ് ബാക്ക് ടു ദി എന്താണ് ഡെവലപ്മെന്റ്, ബാക്ക് ടു ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റിലോട്ടല്ല, തിരിച്ച് പുറകോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് റിഗ്രസീവ് എന്ന് പറയാം. റിവേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ ബാക്കോട്ട് എന്നാണ്. സോ ദാറ്റ് ഇസ് റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്കാണ് സ്ക്വയർലി. സ്ക്വയർലി എന്ന് പറഞ്ഞാൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ നമുക്കറിയാം എന്താണ് അല്ലേ? ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ് ആസ് വെൽ ആസ് ഇറ്റ്സ് എ നൗൺ. പക്ഷേ സ്ക്വയർലി എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് അല്ലേ, ഐ എം സോ സോറി, അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ് ആണ്. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയി. സ്ക്വയർലി അഡ്വേർബ് ആണ്, സ്ക്വയർലി അഡ്വേർബ് ആണ്. ഞാനത് മാറ്റി എഴുതാം. സ്ക്വയർലി അഡ്വേർബ് ആണ്. സ്ക്വയർലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ഡിറക്ട്ലി, സോറി ഇവിടെ മാറ്റിയില്ല, ഓക്കെ ഇവിടെയാണ് മാറ്റം വരുന്നത്. ഡിറക്ട്ലി, ഇവിടെയാണ് മാറ്റം വരുന്നത്. ഓക്കെ, സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഡിറക്ട്ലി, ഡയറക്റ്റ് ആയിട്ട്, ഫോർത്ത് റൈറ്റ്ലി, സ്ട്രെയിറ്റ് ഫോർവേഡ്ലി അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് ഒരാളുടെ ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയാം. ഡിറക്ട്ലി, ഫ്രാങ്ക്ലി, ഫോർത്ത് റൈറ്റ്ലി, സ്ട്രെയിറ്റ് ഫോർവേഡ്ലി, ജസ്റ്റ്ലി, ഫെയർലി എന്നൊക്കെയാണ് അർത്ഥം. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരെ അല്ലെ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. സോ സ്ട്രെയിറ്റ് ഫോർവേഡ്ലി, LY കൂടി ഇട്ട് കൊടുത്താൽ അഡ്വേർബായി. സോ സ്ക്വയർലി, ഡിറക്ട്ലി, ഫോർത്ത് റൈറ്റ്ലി, സ്ട്രെയിറ്റ് ഫോർവേഡ്ലി, ജസ്റ്റ്ലി, ന്യായമായിട്ട്, ഫെയർലി, ന്യായം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. നഡ്ജിന് നെഗറ്റീവ് മീനിങ് ഉണ്ട് സ്നേഹ. യെസ്, നഡ്ജിന് നെഗറ്റീവ് മീനിങ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ. ലെറ്റ് മീ സീ. അടുത്ത് നോക്കട്ടെ. Dogs are very cognizant animals. Okay, her babbling baffled everyone. All right. Milia in the institution is commendable. You mean environmental life? Okay. We have to take utmost care in the present, Milia. Yes. Debate between allopathic
and Ayurvedic doctors about vaccination and COVID treatment baffles common people. Yes. There should be a better milia to overall development of children. Okay. Service fellowship to students who were in life science milia. മതി മില്യ കറക്റ്റ് ആണ്. മില്യാസ് എന്ന് കൊടുക്കേണ്ട. മില്യ ഇറ്റ്സ് എൻവയോൺമെന്റ് എന്നല്ല. അപ്പൊ മില്യാസ് എന്ന് വേണ്ട. സയൻസ് മില്യ മതി കറക്റ്റ് ആണ്. സെർബ് ഈസ് ഫെലോഷിപ്പ് ടു സ്റ്റുഡൻസ് ഹു വേർ ഇൻ ലൈഫ് സയൻസ് കറക്റ്റ് ആണ്. ലൈഫ് സയൻസ് മില്യ മതി. അവിടെ മില്യാസ് എന്ന അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ. അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ അക്ഷര. സ്റ്റേജ് മില്യ, സ്റ്റേജ് ബാക്ക്ഡ്രോപ്പ്. Decoration for the wedding ceremony was really impressive. Okay. Captain nudged me to join his football team. Okay. Some sudokus are always അല്ല കേട്ടോ അക്ഷര. Some sudokus always make. കാരണം എന്താ? സം സുഡോക്കൂസ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്ലൂറലിലോട്ട് വന്നില്ല. അപ്പൊ എന്ത് കൊടുക്കണം? സം സുഡോക്കൂസ്. പസിൽസ് ആണ് യുവർ മീനിങ് അല്ലേ? സോ സം പസിൽസ് ഓൾവേസ് മേക്ക് മീ. പസിൽസ് അല്ലേ? മേക്ക് പ്ലൂറൽ വേണം. മേക്സ് മീ ബാഫിൾ അല്ലെങ്കിൽ ബാഫിൾസ് മീ. കൺഫ്യൂസ് ചെയ്യാന്നാണെങ്കിൽ ബാഫിൾസ് മീ പറഞ്ഞത്. പിന്നെ മേക്സ് കൊടുക്കണ്ടല്ലോ. മേക്സ് മീ ബാഫിൾഡ് അല്ലെങ്കിൽ ബാഫിൾസ് മീ എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ. മൈ ബ്രദർ നച്ച്ഡ് മീ ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ് എക്സാം. ഓക്കെ കറക്റ്റ് ആണ്. ഫെയർ ആൻഡ് സ്ക്വയർ. യെസ് വിഷ്ണു, ഫെയർ ആൻഡ് സ്ക്വയർ. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. ഇഡിയമാണ് കേട്ടോ. ഇത് വിഷ്ണു പറഞ്ഞു നന്നായി. ഫെയർ ആൻഡ് സ്ക്വയർ കേട്ടിട്ടില്ലേ? ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇഡിയമാണ്. അപ്പൊ സ്ക്വയർലി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക. ഫെയർ ആൻഡ് സ്ക്വയർ ഇഡിയമാണ്. സെയിം മീനിങ് ആ. ഈ ഫെയർ ആൻഡ് ന്യായമായിട്ട്. To be genuine and frank, that's what fair and square means. Okay, do something in fair and square and that's it. I need to get a nudge for the start of a new thing. Okay, though we are cognizant about the deadly effects of coronavirus, yet we breach the guidelines. Yes Bonnie, very good frame, very good, beautifully framed sentence. Okay, yes. അടുത്തത്, coercive action over demonstrators is not an ideal way to overcome the ongoing protests in several Scandinavian countries in the milieu of COVID bans. Very good, Suji, very good. Oh, mass man, present. Okay, great. Okay, I am a squarely person എന്ന് പറയില്ല. I am a square person. Adjective ആണെങ്കിൽ അവിടെ squarely person കൊടുക്കരുത്. Square person എന്ന് പറയാം. I am square എന്ന് പറഞ്ഞാൽ I am fair എന്ന് പറഞ്ഞാൽ മതി. That's it. Okay, that's it. He's fair and square. He's genuine എന്നൊരർത്ഥം. Okay, the police officer's way of investigation is in squarely manner. That's fine. Great. അത് കറക്റ്റ് ആണ്. ഏതാ പ്ലൂറൽ നൗൺ എന്ന് ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഏതിന്റെ പ്ലൂറൽ നൗൺ സജിനി ചോദിച്ചത്? The team lead has so. The team leader ആണോ? The team leader has to nudge him many times in getting the job done. അതായിരിക്കും. അതാണ് കറക്റ്റാ. ടീം ലീഡർ ഹാസ് ടു നഡ്ജ് ഹിം. കറക്റ്റാ. വിരാട് കോഹ്ലി സ്റ്റെപ്ഡ് ഡൗൺ. പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് അല്ലെ സ്റ്റെപ്സ് ഡൗൺ. ആസ് T20 captaincy squarely step down squarely. Great. Okay. ഇങ്ങനെ കൊടുക്കണേ. വിരാട് കോഹ്ലി സ്റ്റെപ്പ് ഡൗൺ squarely as one T20 captaincy and disappointed Indian cricket fans. അങ്ങനെ കൊടുക്കാം. The milieu of the restaurant is fabulous. Yes. The judgment retrograded team's decision. Okay. Retrograded എന്ന് പറയില്ല. അതെന്താ പ്രശ്നം എന്നറിയോ? Retrograde is an adjective. Verb അല്ല retrograde. കേട്ടോ? അപ്പൊ അവിടെ ഉപയോഗിക്കരുത് കേട്ടോ വിനീത. അതൊന്ന് മാറ്റിക്കണേ. ഓക്കെ, ഗ്രേറ്റ്. പ്ലൂറൽ വന്നാൽ കൂടെ പ്ലൂറൽ വേർബ് വേണ്ടേ? വേണം. അത് തന്നെ. പ്ലൂറൽ നൗൺ വന്നാൽ പ്ലൂറൽ വേർബ് കൊടുക്കണം. അത്രേ ഉള്ളൂ. അതാണ് കോൺകോഡ്. Retrograde ideology of elder people are sometimes disgusting. He nudged me greatly to behave fair and square. Okay, great. All right, great work. അടുത്ത നോക്കിയേ, ഇൻട്രിൻസിക്കലി എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി, ഫണ്ടമെന്റലി, അത്യാവശ്യമായ കാര്യമാണ്. എസെൻഷ്യലി കേട്ടോ, എസെൻഷ്യലി ചെയ്യേണ്ട കാര്യം. അഡ്വേർബ് ആണ്, അതുകൊണ്ട് എസെൻഷ്യലി. ദ വർക്ക് മസ്റ്റ് ബി ഡൺ ഇൻട്രിൻസിക്കലി. മസ്റ്റ് ബി ഡൺ എന്ന വേർബിന്റെ കൂടെ എസെൻഷ്യലി, ഫണ്ടമെന്റലി അല്ലെ. ദ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ഗോ ഓൺ എസെൻഷ്യലി, ഫണ്ടമെന്റലി. നിർബന്ധമായിട്ടും വേണ്ടതാണ്, എസെൻഷ്യൽ ആണ് അല്ലേ, ആ കാര്യം നടക്കണം എന്നാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, യെസ്. അടുത്ത വാക്ക് നോക്കിയേ, സിഗ്നിഫിക്കൻ്റ്ലി എന്നൊക്കെ അർത്ഥം ഉണ്ടേ. ഗ്ലെയറിംഗ്ലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. എൽവൈ കണ്ടോ? എൽവൈ വന്നേക്കുന്നത്. എല്ലാ അഡ്വേർബിന്റെ കൂടെ എൽവൈ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് അഡ്വേർബ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഗ്ലെയറിംഗ്ലി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഗ്ലെയറിംഗ് ആണെന്ന് പറഞ്ഞാൽ, ഗ്ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള ഒരു കാര്യമാണ്. അപ്പൊ തിളക്കമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അല്ലെ, കാണാം, എവിഡന്റ് ആണ്. എവിഡന്റ്ലി. ഗ്ലെയറിംഗ്ലി എന്ന് പറഞ്ഞാൽ എവിഡന്റ്ലി, കാണാൻ മാത്രം ഉണ്ട്. ഇറ്റ്സ് എവിഡന്റ്, പുറമേ തന്നെ എവിഡന്റ് ആണ്. ഔട്ട്റേജിയസ്ലി പുറത്തുണ്ട്, എവിഡന്റ് ആണ്. അവരുടെ പുറമേ തന്നെ ഇറ്റ്സ് എവിഡന്റ്. ദാറ്റ്സ് ഇറ്റ്. എവിഡന്റ്ലി, ഒബ്വിയസ്ലി,
obviously, clearly എന്നൊക്കെയാണ്. glaringly, clearingly, dazzlingly, outrageously, obviously, clearly എന്നൊക്കെയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ glaringly എന്ന വാക്കിന്റെ അർത്ഥം obviously, clearly, evidently, outrageously, dazzlingly എന്നൊക്കെയാണ്. ഓക്കെ, I guess that is clear to you. ദോ വെച്ചാൽ യെറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, യെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദോ യെറ്റ് ഇസ് എ കോറിലേറ്റീവ് കേട്ടോ സ്നേഹ, അത് ഉണ്ടത് കറക്റ്റ് ആണ് കേട്ടോ, തെറ്റാന്ന് വിചാരിക്കണ്ട. ദോട് കൂടെയും ഓൾദോട് കൂടെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, യെറ്റ് ഉപയോഗിക്കാം. ബിക്കോസ് ദേ ആർ, ഇവ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കോറിലേറ്റീവ് ആണ്. ഇറ്റ്സ് എ കോറിലേറ്റീവ്, ഒരുമിച്ച് വരാം. എന്നാൽ ഇല്ലെങ്കിലും തെറ്റില്ല, ഇല്ലെങ്കിലും മീനിങ് ഫുൾ ആണ്. ദോട് കൂടെ ഒരു കൺജങ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് യെറ്റ് ആവാൻ പാടുള്ളൂ, വേറൊന്നും വരാൻ പാടില്ല, ബട്ടൊന്നും വരാൻ പാടില്ല കേട്ടോ, യെറ്റേ വരാൻ പാടുള്ളൂ. വന്നില്ലെങ്കിൽ വരണ്ട, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ക്ലിയർ, മനസ്സിലായോ? അപ്പൊ ഉണ്ടെങ്കിൽ ഓൾദോട് കൂടെയും ഇവന്റോട് കൂടെയും ദോട് കൂടെയും യെറ്റ് വരാം, ഇല്ലെങ്കിൽ വേണ്ട, ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. യെസ്, separation of salt from salt water is a retrograde reaction. All right, yes. Government took a retrograde stand by decriminalizing marital rapes that has unfathomable effect on women's rights. Yes, the justice was given squarely against the agricultural law dispute. Yes, there will be a lot of enemies for the people who are fair and square and flag the mayhem. Oh, great. All right, indicate the mayhem. Yes. Moving on to today's article. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോകാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് ഇതുവരെയുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ക്ലിയർ ആയെങ്കിൽ എല്ലാവരും എനിക്കൊരു തംസ് അപ്പ് തന്നെ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകട്ടോ. The money he spent for renovation is glaringly visible. Okay, yeah. She explained the maths problem very glaringly clear. Neil IBPRS, sorry, നാളെ IBPRS പ്രോ എഴുതാൻ പോകും, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓ, നാളെ IBPRSന്റെ എക്സാം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പോയി അടിച്ചു പൊളിച്ച് എഴുതിയിട്ട് വരിക, നന്നായിട്ട് എഴുതിക്കോണം, അടിപൊളിയായിട്ട് വരും കേട്ടോ. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പോൾ നമുക്ക് 100-ലധികം പിള്ളേരുണ്ട്. ഒരു ലൈക്ക് ഇട്ടേ, എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ, തംസ് അപ്പ് ഇട്ടേ, ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിളോട്ട് പോവാം, താമസിപ്പിക്കേണ്ട. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ബേർഡ്സ് ആൻഡ് റൈറ്റ്സ്, ജനനവും അവകാശങ്ങൾ. ബേർഡ്സ് ആൻഡ് റൈറ്റ്സ്. ലെറ്റ്സ് സീ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈറ്റിലാണ്, ബേർഡ്സ് ആൻഡ് റൈറ്റ്സ്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. Laws on reproductive rights must recognize differences in orientation, relationship choices. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്ന് വരാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓക്കെ, ലോസ്, നിയമങ്ങൾ ഓൺ റിപ്രൊഡക്റ്റീവ് റൈറ്റ്. അപ്പോൾ നമ്മുടെ റിപ്രൊഡക്ഷൻ അല്ലേ, നമുക്ക് ജന്മം നൽകുക എന്നുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ, ആ റൈറ്റിനോടുള്ള ലോസ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, മനസ്സിലാക്കണം. ഡിഫറൻസസ് എങ്ങനെ റെക്കഗ്നൈസ്, ഡിഫറൻസ് എന്താ മനസ്സിലാക്കേണ്ടത്, ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം ജന്മം കൊടുക്കുക എന്ന് പറയുന്ന എല്ലാ ആൾക്കാരുടെ ആഗ്രഹം അല്ലെ, ജന്മം കൊടുക്കുക എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ആ ഡിഫറൻസസ് ഇൻ ഓറിയന്റേഷൻ ഒക്കെ മനസ്സിലാക്കും. അപ്പോൾ ഡിഫറൻസ് ഇൻ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഓറിയന്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെക്സ് ഓറിയന്റേഷൻ, ജെൻഡർ ഓറിയന്റേഷൻ, റിലേഷൻഷിപ്പ് ചോയ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചോയ്സ് ഉള്ളവരുണ്ട്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജെൻഡർ ഓറിയന്റേഷൻ ഉള്ളവരുണ്ട്, സെക്സ് ഓറിയന്റേഷൻ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ മുൻനിർത്തി വേണം ലോസ് ഓൺ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ എന്നാണ് ഓതർ പറയുന്നത്. ദാറ്റ്സ് എ വെരി മച്ച് പ്രോഗ്രസീവ് വൺ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ദ ഗവൺമെന്റ് റിപ്പീൽഡ് ദ ഫാം ലോസ് റീസെന്റ് ടു കൺസേർവ് ദർ ഇൻട്രിൻസിക് നീഡ്സ്. ഓക്കെ, ദ ട്രൈബൽ പീപ്പിൾ സഫറിംഗ് ഹെൽത്ത് പ്രോബ്ലംസ്, സോ ദേ ഇൻട്രിൻസിക്കലി നീഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. യെസ് യെസ്, യാ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇനി സമയം കളയുന്നില്ല, നേരെ പോവാണ്. A bill that the government of land intends to make law cannot be exclusivist at the very outset, and at least with the time of passage, it is imperative that it loses its biases. It cannot exclude certain categories of citizens from the benefits and rights that the law seeks to confer upon the people of the country, and that what the assisted reproductive art regulation bill 2020 that was passed in Lok Sabha on Wednesday has done. അപ്പോൾ പറഞ്ഞു വരുന്ന കഴിഞ്ഞ വെനസ്ഡേയിൽ നമ്മുടെ രാജ്യസഭയിൽ ഒരു ബില്ല് പാസ് ചെയ്തു കേട്ടോ, ഒരു ബില്ല്. ആ ബില്ലിന്റെ പേര് എന്താണ്, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ആണ്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് റിപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ ജന്മം നൽകുക എന്നുള്ള അല്ലെ, ജന്മം കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള യൂസേജ് നമുക്ക് ആ ഒരു അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിക്കാം. അതായത് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജന്മം നടക്കാൻ പറ്റാത്തവർ നമ്മൾ എന്ത് കൊടുക്കും, ഡിഫറെന്റ് എന്താണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF ഒക്കെ ചെയ്യാറില്ലേ, അതുപോലെ കുറച്ച് വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, ഡോണർഷിപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യത്തിന്റെ ബില്ല് പാസ് ചെയ്യുന്നു. ആ ബില്ലിനെ പറ്റിയാണ്, ആ ബില്ല്
ഒരു ലോ ആയിട്ട് മാറണം അല്ലെ, അതിനെപ്പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ബില്ല് പാസ് ചെയ്തു രാജ്യസഭയിൽ, അപ്പോൾ അതിന് നമ്മൾ എന്താ പോവാണ്, അതിന് ലോ ആയിട്ട് മാറ്റുന്നതിൻ്റെ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ബില്ല് ഗവൺമെന്റ് ഇന്റന്റ് ചെയ്യുകയാണ് ലോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് ഇന്റന്റ് ചെയ്യുന്നു ടു മേക്ക് ഇറ്റ് ആസ് എ ലോ. അപ്പോൾ ലോ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ അതിന്റെ കാര്യം എന്താ, അതൊരു ദാറ്റ് കനോട്ട് ബി എക്സ്ക്ലൂസിവിസ്റ്റ് കേട്ടോ, എല്ലാം കൂടി എക്സ്ക്ലൂസീവ് എന്ന കംപ്ലീറ്റ്, അത് കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവാതിരിക്കുന്ന എപ്പോഴാണ്, ഇറ്റ് കനോട്ട് ബി എക്സ്ക്ലൂസീവ് ആവുക എന്നാണ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ കംപ്ലീറ്റ് ആവില്ല, കനോട്ട് ബി കംപ്ലീറ്റ് ആവാത്തത് എപ്പോഴാണെന്നാണ് പറയുന്നത്, കുറച്ചൊരു സമയം വന്നിട്ട്, കുറച്ചൊരു സമയങ്ങൾ പാസ് ചെയ്ത് പോയിട്ട്, സമയം പാസ് ചെയ്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബയസ് ഒക്കെ ഇല്ലാണ്ടാക്കണം. ബയസ് എന്ന് പറയുമ്പോൾ പാർഷ്യാലിറ്റി, പ്രത്യേകിച്ച് ഇതിനോടൊരു ചായ്വ്, ഇതിനോടുള്ള ചായ്വ്, പ്രൊക്ലൈവിറ്റി ഒന്നും, പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു ചായ്വ് ഒന്നും ഇല്ലാതെ, പാർട്ടിസാൻ ഇല്ലാതെ, പാർഷ്യാലിറ്റി ഇല്ലാതിരിക്കുവാണെങ്കിൽ, ഓക്കെ, പാർഷ്യാലിറ്റി ഇല്ലാതിരിക്കുവാണെങ്കിൽ പയ്യെ എന്താവും, അത് എന്താ ഇമ്പെറേറ്റീവ് ആയി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന് അതിനെ പാർഷ്യാലിറ്റി ഇല്ലാതാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അങ്ങനെ വന്നാൽ എന്താവും, നമുക്കത് കംപ്ലീറ്റ് ആവും. ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല എന്നാണ്, ആ ലോ കംപ്ലീറ്റ് ആവില്ല, ബൈ ദ ടൈം അത് കംപ്ലീറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു വരുന്നത് എന്താണ്, നമുക്ക് ചില കാറ്റഗറീസ് ഓഫ് സിറ്റിസൺസിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അല്ലെ, നമ്മുടെ നാട്ടിൽ പറയുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റിസിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലെ. അപ്പോൾ ഒരു നാട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എല്ലാവർക്കും ഒരുപോലെ പാലിക്കപ്പെടുന്ന നിയമമാണല്ലോ. അപ്പോൾ എല്ലാ കാറ്റഗറീസ് ഓഫ് സിറ്റിസൺസിനും റൈറ്റ്സും ബെനിഫിറ്റ്സും കിട്ടണം. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. നിയമം അനുശാസിക്കുന്ന റൈറ്റ്സും ബെനിഫിറ്റ്സും എല്ലാ സിറ്റിസൺസിലും കിട്ടണം. കൺഫർ അപ്പോൺ മീൻസ് ടു ഗ്രാൻഡ് ദി അല്ലെ, ഗ്രാൻഡ് ചെയ്യപ്പെടണം, എത്തണം, എല്ലാവരിലോട്ടും എത്തണം എന്നാണ് പറയുന്നത്. അതിനോട്ട് റിലേറ്റ് ചെയ്യണം അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ആർട്ട് എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ബില്ല് പാസ് ചെയ്തു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഓൺ വെൻസ്ഡേ. ഓക്കെ, പാസ് ചെയ്തു. അപ്പൊ അതിനെ പറ്റി നമ്മൾ പറയുന്നത്. ലെറ്റ്സ് സീ, ഹാസ് ബീൻ ഡൺ ബൈ എക്സ്ക്ലൂഡിംഗ് 2 categories. 2 കാറ്റഗറി എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറ്റും, ആ ബില്ല് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുകൊണ്ട് ഗുണമില്ലാതെ വരും. ഫോർ എക്സാമ്പിൾ LGBTQIA, അറിയാലോ, LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, അതുപോലെ തന്നെ ഉള്ള കാറ്റഗറി ഓഫ് ആൾക്കാർ. ആൻഡ് നമ്മൾ തേർഡ് ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ. ദെൻ സിംഗിൾ മെൻ ഉണ്ടല്ലോ, ഒറ്റ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സിംഗിൾ മെൻ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കും കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ അവർക്കോ, സോ ഇതെല്ലാ കാറ്റഗറീസിനെയും കൂടെ ഒരുമിച്ച് അവർക്ക് റൈറ്റ്സ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഓതർ ഇവിടെ പറയുന്നത്. Let's see what it is all about. Undoubtedly, the time has indeed come for such a bill, for government intervention to regulate the field of fertility treatments, and by seeking to establish a national registry and registration authority for all the clinics and medical professionals in the segment, it will fill a vacuum. The bill has provisions to protect the rights of the donors and the commissioning couple and the child born out of art, to grant and withdraw licenses for clinics and banks depending on performance factors. It proposes to make it impossible for the outlaws to operate within the system and profit from it. While പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ ഈ കാറ്റഗറീസിനെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ, എക്സ്ക്ലൂസീവ് ആവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിനുള്ള സമയം ആയിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു ബില്ല് പാസ് ചെയ്യേണ്ട സമയം ആയി. ടൈം ഹാസ് ഇൻഡീഡ് കം, ആയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണം. കാരണം എന്താ, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് കൂടിയാണല്ലോ നമ്മൾ പറഞ്ഞ. ആർട്ട് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അസിസ്റ്റഡ് ഫെർട്ടിലിറ്റി ആണല്ലോ അല്ല, അസിസ്റ്റഡ് റിപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ്സ് ആണ്, അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളെ വേണ്ടവർ കുട്ടികൾ റിപ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പം അത് എന്താണ്, നാഷണൽ രജിസ്ട്രിയിലോട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നാഷണൽ രജിസ്ട്രിയിൽ എല്ലാ പേരുകൾ ചേർക്കണ്ടേ. രജിസ്ട്രേഷൻ അതോറിറ്റി ക്ലിനിക്സിനുണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസിനുണ്ട്. ഈ സെഗ്മെന്റിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുട്ടികൾ, ഇങ്ങനെ അല്ലെ റിപ്രൊഡ്യൂസ് ചെയ്തുണ്ടാവുന്ന കുട്ടികളുണ്ടല്ലോ, ഈ പറയുന്ന ക്ലിനിക്കൽ ട്രയലിലൂടെ, ക്ലിനിക്കൽ ഇതിലൂടെ, സയന്റിഫിക് ഇതിലൂടെ നമ്മൾ എന്താണ് ക്ലോണിംഗ് ഒക്കെ വഴിയൊക്കെ, ക്ലോണിംഗ് അല്ല, ഐ മീൻ നമുക്ക് ഉദ്ദേശിച്ചത് ഫെർട്ടിലൈസേഷൻ നമുക്ക് ഉദ്ദേശിച്ചായിരിക്കും, മനസ്സിലായി കാണുമായിരിക്കും. കാരണം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെ, റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്, സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിലൂടെ ചെയ്യുന്ന, ക്ലിനിക്കൽ മെത്തേഡ്സിലൂടെ അല്ലെ മെഡിക്കൽ മെത്തേഡ്സിലൂടെ ചെയ്യുന്നവയും കൂടെ ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ കൂടെ ചെയ്താലേ ഇറ്റ് വിൽ ഫിൽ ദി വാക്യൂം. അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ദർ ഇസ് എ വാക്യൂം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം അവിടെ ഒരു വോയിഡ് ഉണ്ട്. ദർ ഇസ് എ വോയിഡ്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ വോയിഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ, ആ സ്പേസ് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈ ഒരു കാര്യത്തിൽ വേണമെന്നാണ് പറയാം. അപ്പം ബില്ലിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡോണേഴ്സിന്റെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. സ്പേം ഡോണേഴ്സും എഗ് ഡോണേഴ്സും ഉണ്ടല്ലോ. കുട്ടി ഇപ്പം നമുക്ക് ഇപ്പോൾ പറയാമല്ലോ, ഇപ്പോൾ ഒരു കപ്പിൾ കുട്ടിയെ സ്വന്തമായിട്ട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെന്താ ചെയ്യാറ്, ചിലപ്പോൾ സ്പേം ഡോണർ ആയിരിക്കും അവർ, ചിലപ്പോൾ എഗ് ഡോണർ ആയിരിക്കാം.
അങ്ങനെ അവരിൽ രണ്ടുപേരുടെ റൈറ്റ്സ് നമ്മൾ ഇത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം ഒന്ന്. ആൻഡ് യു ഹാവ് ടു കമ്മീഷൻ ദ കപ്പിൾ. ആൻഡ് അതുപോലെ തന്നെ ആ കുട്ടി അതിൽ നിന്ന് ഉണ്ടായി വന്ന കുട്ടി, ബോൺ ഔട്ട് ഓഫ് ആർട്ട്, ഈ ആർട്ടിലൂടെ ഉണ്ടായി വന്ന കുട്ടി എന്ന് പറയുന്ന, ആർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശം മനസ്സിലായാലോ, സയന്റിഫിക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടായി വന്ന കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാൻഡ് ചെയ്യണം ആൻഡ് വിഡ്രോ ദ ലൈസൻസ്. ക്ലിനിക്കിൽ നിന്നുള്ള ഇതിനെ നമ്മൾ അവർക്ക് ഉള്ള റൈറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ലൈസൻസ് ക്ലിനിക്കിൽ നിന്ന് മാറ്റുക. ആൻഡ് ബാങ്ക്സ്, ഈ പറയുന്ന സ്പേം ബാങ്ക്സ് അല്ലെങ്കിൽ എഗ് ബാങ്ക്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ പെർഫോമൻസ് ഫാക്ടർ അനുസരിച്ച് അവരിൽ നിന്ന് ഈ ലൈസൻസ് നമ്മൾ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. ലൈസൻസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, CE ആണ്, നൗൺ ആണ്. ലൈസൻസ് നൗൺ ആണ്, LICENCE. SE ആണെങ്കിൽ വേർബ് ആണ്, അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ അത് തന്നെ ഇത് പറയുന്നുണ്ട്, ഈ ഒരു ബില്ല് മേക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഔട്ട്ലോ, നമ്മൾ പറയില്ല ഔട്ട്ലോസ് എന്ന് പറയുമ്പോൾ നമ്മളറിയാലോ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ടാവും, പുറന്തള്ളപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പുറന്തള്ളപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് ഇത് ഇമ്പോസിബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനും. അതായത് നമ്മൾ കുറേ ആൾക്കാരെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ സിംഗിൾ മെന്നെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലെസ്ബിയൻസിനെ, ഗെയ്സിനെ, ബൈസെക്ഷൽസിനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഔട്ട്ലോസ് എന്നാണ് അറിയപ്പെടുന്നത്, പുറന്തള്ളപ്പെട്ട ഒരു സെക്ഷൻസ് ആണായിട്ട് പറയുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള ഒരു ലോ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല, അല്ലെ, കിട്ടില്ലെന്നാ പറയുന്നത്. വൈൽ എക്സ്പ്ലോയിറ്റിംഗ് പേഷ്യൻസ്, it also plans out to end an illegal trafficking in embryos and mistreatment of the poor coerced by their circumstances into donating eggs or sperm. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻ വെർട്ടിലോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പേം നമുക്ക് ഡോണറിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ എഗ് ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് കുട്ടിയുടെ നടക്കുകയാണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഇല്ലീഗലായിട്ടുള്ള എംബ്രിയോസിനെ ട്രാക്ക് ചെയ്യുന്ന കടത്തൽ നടക്കുന്നു, ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഒരു പ്രോബ്ലം അതാണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ മിസ്ട്രീറ്റ്മെന്റ്, പാവപ്പെട്ടവരെ മിസ്ട്രീറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്, അവരെ ഫോഴ്സ് ചെയ്യാണ്, കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്യാണ്. എന്തിനാ, അവരുടെ സാഹചര്യം വെച്ചിട്ട് അവരെ മുതലെടുത്തിട്ട് അവരോട് പറയാണ് എഗ് ഡൊണേറ്റ് ചെയ്യാനെങ്കിൽ സ്പേം ഡൊണേറ്റ് ചെയ്യാൻ പറയുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനും എതിരെയാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു പ്രൊവിഷൻ വരികയാണ്, ഗവൺമെന്റ് അതിൽ ഇന്റർവീൻ ചെയ്യുകയാണ്. വി ക്യാൻ പുട്ട് ആൻ എൻഡ് ടു ഓൾ ദീസ് തിങ്സ്. ഇതിനൊക്കെ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓതർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് വരുമ്പോൾ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരുമ്പോൾ ഒരുപാട് കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് ഗുണമാകും എന്നാണ് ഓതർ പറയുന്നത്. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. എനിക്കിത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകില്ല മാം? ഇല്ലില്ല, അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസസ് ആർ ദെയർ എന്ന് വിചാരിച്ച് ഉണ്ടാവുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല സോഫിയ. അതാണ് ഈ ട്രീറ്റ്മെന്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ട്രീറ്റ്മെന്റുകൾ പ്രോപ്പർ രീതിയിൽ നമുക്ക് അതിനുള്ള അഡ്വാൻസ് ടെക്നോളജി വരണം, അതാണ് പ്രോബ്ലം. വന്നാൽ അതിൽ വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല നോർമലി കേട്ടോ. കാര്യം ഈ സ്പേം ഡോണേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രത്യേകിച്ചൊന്നും ഇത് വരുന്നില്ല നമ്മൾ കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ ഈ സ്പേം ഡോണർ എന്ന് പറയുന്നപ്പോൾ ഒരു സിംഗിൾ വിമൺ ആണ്, അവർക്ക് ഗർഭം ധരിക്കണം, കുട്ടി വേണം എന്ന് തോന്നുവാണെങ്കിൽ അവർക്കൊരു സ്പേം ഡോണറെ കിട്ടിയാൽ മതി. അതിൽ ഇഞ്ചക്ട് ചെയ്ത് വരുന്ന ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ദർ ഇസ് നത്തിങ് ട്രൂ. ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കാര്യം നടക്കണമെന്ന് മാത്രം ഇവിടെ പറയുന്നത് മാത്രമാണ് കേട്ടോ. ഡിഫറൻസ് ഇൻ ഓറിയന്റേഷൻസ് എന്ന് പറഞ്ഞാലും, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ, ദാറ്റ്സ് ഇറ്റ്. പ്ലൂറൽ സിംഗുലർ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആരായിരുന്നു ചോദിച്ചായിരുന്നു? നീനൂസ്. യെസ്, ആകെ പ്ലൂറൽ ഇതുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാണേ. ഇറ്റ് ഈസ് അൺഫാതമബിൾ, ഇറ്റ്സ് ഡീപ്പ് that a bill so progressive by its very nature would glaringly exclude members of the LGBTQIA community and single men. As citizens, these groups too have the right to exercise reproductive rights. The omission is particularly baffling, considering that the legislation has made provisions for single women too, apart from നോക്കാം. അപ്പൊ പറഞ്ഞു വന്ന ഇതാണ്, നോക്കിക്കേ, ഈ ബില്ല് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു ബില്ലാണ് അല്ലെ. ഇറ്റ്സ് പ്രൊഫൗണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു ബില്ലാണിത്. ഈ ബില്ല് എന്ന് പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവ് ആയ ഒരു കാര്യമാണ് ഇൻ നേച്ചർ. അതേസമയം ഇത് എവിഡൻ്റ്ലി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാൻ പറ്റും, എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ LGBTQIA അതുപോലെ സിംഗിൾ മെൻ എന്ന കമ്മ്യൂണിറ്റി, ഇവരെ രണ്ടുപേരും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവരും ഈ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും സിംഗിൾ മെൻ എന്ന ആൾക്കാരും ഈ ഗ്രൂപ്പ്സും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ, ദേ ആർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദേ ഹാവ് ദ റൈറ്റ് ടു എക്സസൈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ. അവർക്കും റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ഹെൽത്ത് അല്ല, റീപ്രൊഡക്റ്റീവ് റൈറ്റ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്ന നിയമം അനുശാസിക്കുന്ന അനുസരിച്ച് പറ്റുന്നതാണ്. അപ്പോൾ ഇവരെ ഒമിറ്റ് ചെയ്യുക, ഒമിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷൻ, അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഇറ്റ്സ് കൺഫ്യൂസിങ്, ശരിക്കും കൺഫ്യൂസിംഗ് ആയ ഒരു കാര്യമാണ്. അത് ഭയങ്കര നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കും, എന്താണ് അതിലെന്താ പ്രോബ്ലം എന്നുള്ളത്.
ഓക്കെ. ആൻഡ് അതേസമയം നോക്കിയേ, ദാറ്റ് ദ ലെജിസ്ലേച്ചർ ഹാസ് മെയ്ഡ് പ്രൊവിഷൻ ഫോർ സിംഗിൾ വിമൻ ടു. സിംഗിൾ വിമനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. സിംഗിൾ വിമൻ വേണമെങ്കിൽ ഇതാക്കാം. അപ്പൊ സിംഗിൾ മെൻ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അപ്പാർട്ട് ഫ്രം കമ്മീഷനിങ് ഹെട്രോസെക്ഷൽ കപ്പിൾ. അതുപോലെ തന്നെ ഹെട്രോസെക്ഷൽ കപ്പിളിനെ മാത്രം ഇത് ചെയ്യുന്നു. ഹെട്രോസെക്ഷൽ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരാണ് ഒരു പെണ്ണ്, അതാണല്ലോ ഹെട്രോസെക്ഷൽ കപ്പിൾ. അപ്പൊ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള കാര്യം, ഹോമോസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഹോമോസെക്ഷൽസിന് ഇവിടെ നിയമപരമായിട്ട് ഒരു ഇത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് സമയമായി, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഇൻക്ലൂഡഡ് ദം. കേട്ടോ, we embrace them. The Union Health Minister said that several recommendations made by the Parliamentary Standing Committee has been considered. Unfortunately, despite expert recommendation to include both categories, the committee recommended it would not be appropriate to allow live-in couples and same-sex couples to avail the facility of art, citing the best interest of the child born through art. It also recorded that given the Indian family structure and social media and norms, it will not be very easy to accept a child whose parents are together. But പറഞ്ഞു വരുന്നതിന് നമ്മുടെ സംസ്കാരം ആൻഡ് പൈതൃകമാണ് നമ്മുടെ പ്രശ്നം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നത് ഇതാണ്, നമ്മുടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിന്റെ മുമ്പിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ കൺസിഡറേഷന് വേണ്ടി, അണ്ടർ കൺസിഡറേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒരു കൺസിഡറേഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ എക്സ്പേർട്ട് റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും എക്സ്പേർട്സ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം. ഡെസ്പൈറ്റ് എക്സ്പേർട്ട് റെക്കമെൻഡേഷൻ ടു ഇൻഡ്യൂസ് ബോത്ത് കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എക്സ്പേർട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയുന്നത് അണ്ടർ കൺസിഡറേഷൻ, ഈ പ്രൊവിഷൻ അണ്ടർ കൺസിഡറേഷൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിട്ടിരിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ലിവ് ഇൻ കപ്പിൾസ് ഉണ്ടല്ലോ, നമുക്കറിയാം ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അല്ലെ. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല ബട്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ആ ലിവ് ഇൻ കപ്പിൾസ് ആയിക്കോട്ടെ, അതുപോലെ സെയിം സെക്സ് കപ്പിൾസ് ആയിക്കോട്ടെ, അതായത് ഞാൻ പറയുന്നത് ഹോമോസെക്ഷൽ കപ്പിൾസും ലിവ് ഇൻ കപ്പിൾസിനും ഇങ്ങനത്തെ അവൈലബിലിറ്റി ഇത് അവൈൽ ചെയ്യാൻ ഉള്ള അവസരം ഇല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഈ പ്രൊവിഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്തേക്കുവാണ് ഇവരെ. കാരണം എന്തുകൊണ്ടാണ്, വി ആർ ലുക്കിംഗ് ഫോർ ദ സൈറ്റ് ചെയ്ത്, എന്തുകൊണ്ട് അവർ പറയുന്നത് സൈറ്റ് ചെയ്യുന്നു, അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നു പോയിന്റിങ് ഔട്ട് ദാറ്റ് അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇത് കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതാണ്. കുട്ടി ഇങ്ങനെ ആർട്ട് എന്ന പ്രോഗ്രാമിലൂടെ ജനിച്ചു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സെയിം സെക്സ് കപ്പിൾസിലുള്ളവർക്കും ലിവ് ഇൻ കപ്പിൾസിനും നമുക്ക് ഈ അധികാരം കൊടുത്താൽ ശരിയാവില്ല എന്നാണ്, ഈ ബില്ലിൽ അർഹത കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞു വരുന്നത്. അത് അണ്ടർ കൺസിഡറേഷൻ ആണ് ഇപ്പോഴും ഓർക്കുക. കാര്യം എന്താ പ്രശ്നം, നമ്മുടെ സംസ്കാരം പൈതൃകത്തിന് അനുവദിക്കില്ല. ബിക്കോസ് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഫാമിലി സ്ട്രക്ചർ അനുസരിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ആൻഡ് അവർ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിയമത്തിൽ, നമ്മുടെ കോണ്ടെക്സ്റ്റിലും നിയമത്തിലും ഇങ്ങനെ ഒരു കാര്യം അല്ലെ, നമ്മുടെ രീതികൾ ഒന്നും ഇതിന് ചേരുന്നതല്ല അല്ലെ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നു കാര്യം എന്താ, ഇങ്ങനെയുള്ള ജനിക്കുന്ന ഒരു കുട്ടിയെ ആര് അക്സെപ്റ്റ് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബി വെരി ഈസി ടു അക്സെപ്റ്റ് എ ചൈൽഡ്. അത് അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ. അവളുടെ പേരൻസ് ഒരുമിച്ചാണ്, കുട്ടിയുടെ പേരൻസ് ഒരുമിച്ചാണ്, ബട്ട് നോട്ട് ലീഗലി മാരീഡ്. അവരുടെ കുട്ടികളുടെ പേരൻസ് ലിവിനിലാണ്, ബട്ട് ലീഗലി മാരീഡ് അല്ല. അവർ മാരീഡ് അല്ല, ബട്ട് മാരീഡ് കപ്പിൾസ് അല്ല, ബട്ട് ദേ ആർ ലിവ് ഇൻ കപ്പിൾസ് എന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റില്ല, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് പറ്റില്ല, നമ്മുടെ ലോകത്തിന് പറ്റില്ല, അല്ലെങ്കിൽ സമുദായത്തിന് പറ്റില്ല. That's it. While the law would do well to be cognizant of the sentiments of the people, its purpose is also to nudge retrograde social norms out of their freeze frames towards broader acceptance of differences and preferences. Legislators have also pointed out that the surrogacy bill intrinsically connected with the art bill was pending in the Rajya Sabha, and it would only be appropriate that both bills are considered together before they are passed. The ball is now squarely in the court of the upper house. Legislators can still set right the omissions and introduce a spirit of justice in the letter of law. അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള എസ്സേ ആണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. അനലിറ്റിക്കൽ ആസ് വെൽ ആസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എസ്സേ അല്ല, റൈറ്റപ്പ് ആണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ലോ നമ്മൾ കറക്റ്റായിട്ട് വിൽ നോട്ട് ബി ഡു വെൽ ടു ബി അവെയർ ഓഫ്, കോഗ്നിസെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അവെയർ ഓഫ് എന്താണ് സെന്റിമെന്റ്സ്, പീപ്പിളുടെ സെന്റിമെന്റ്സിനൂടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഇതിന്റെ പേർപ്പസ് എന്തായി മാറും, ശരിക്കും ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ടു പുഷ് അല്ലെങ്കിൽ ടു പുഷ് അത് മാറ്റിയെടുക്കുക, റെട്രോഗ്രേഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള പഴയ രീതിയിലുള്ള പഴഞ്ചൻ സോഷ്യൽ നിയമങ്ങളെയൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരണം. ഇതിലോട്ടാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡിഫറൻസിനെ, വ്യത്യാസങ്ങളെയും ഡിഫറൻസുകളെയും അക്സെപ്റ്റ് ചെയ്യുന്നതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിന്റെ പേർപ്പസ്, ലോയുടെ പേർപ്പസ്. അത് കൊണ്ടുവരിക എന്നാ പറയുന്നത്. നമുക്ക് 2 ബില്ല് കിടപ്പുണ്ട് അല്ലെ, ഒരു ബില്ലൂടെ പാസ്സാകാൻ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സറഗസി ബില്ല്. ഓക്കെ, സർഗസി ബില്ലും വളരെ ഫണ്ടമെന്റലി ആയി കണക്റ്റഡ് ആയിട്ടുണ്ട്, ആർട്ട് ബില്ലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സർഗസി ബില്ലും പെൻഡിങ് ആണ്,
ആർട്ട് ബില്ലിലൂടെ രണ്ടും കൂടെ പാസ്സാക്കുമ്പോൾ ഒരുമിച്ച് പാസ്സാക്കുക. സർഗസി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, സർഗസി ഇത് സെയിം കാര്യം തന്നെയാണ്, ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്, ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭയിൽ ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടേ പാസ്സാക്കുക. അതാണ് അപ്രോപ്രിയേറ്റ് ആവുക എന്നാണ്. ദേ മസ്റ്റ് ബി പാസ്ഡ് ടുഗെദർ, കൺസിഡർഡ് ടുഗെദർ ആൻഡ് ബിഫോർ ദേ ആർ പാസ്ഡ്. ഈ പാസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുമിച്ച് ആക്കുക, എന്നിട്ട് അതിനെ പാസ് ചെയ്യുന്നതാണ് ഓതർ പറഞ്ഞു വരുന്നത്. മാത്രമല്ല ബോൾ ഇപ്പോൾ ആരുടെ കോർട്ടില്ല, ബോൾ ഇസ് ഇൻ ദ കോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ആരാ, അപ്പർ ഹൗസ് ആണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ കയ്യിൽ ഇപ്പം നിയമം പോസിറ്റീവ് റിപ്ലൈ കൊടുക്കണോ നെഗറ്റീവ് റിപ്ലൈ കൊടുക്കണോ, അഷുറൻസ് കൊടുക്കണോ, അക്സെപ്റ്റ് ചെയ്യണോ, നോട്ട് ടു അക്സെപ്റ്റ് എന്നുള്ളത് അപ്പർ ഹൗസിന്റെ കയ്യിലാണ്. ദ ബോൾ ഇസ് ഇൻ ദ കോർട്ട് ഓഫ് ദ അപ്പർ ഹൗസ് എന്നാണ് പറയുന്നത്. സ്ക്വയർലി, ഫെയർലി, ജസ്റ്റ്ലി ഇൻ ദ കോർട്ട് ഓഫ്, ഡയറക്ട്ലി ഇൻ ദ കോർട്ട് ഓഫ് അപ്പർ ഹൗസ് എന്നാണ് പറയുന്നത്. ബോള് ആരുടെ കോർട്ടിലാണ്, അപ്പർ ഹൗസിന്റെ കോർട്ടിലാണ്. ബോൾ ഇസ് ഇൻ ദ കോർട്ട് അറിയാലോ, ഇറ്റ്സ് അപ് ടു സംവൺ ടു ഡിസൈഡ്. അതാണ് ബോൾ ഇസ് ഇൻ ദ കോർട്ട് എന്ന് പറയാം. ഇടിയമാണ് ബോൾ ഇസ് ഇൻ ദ കോർട്ട്, അത് അറിയാവുന്ന എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ എഴുതാതിരുന്നത്. ബോൾ ഇസ് ഇൻ ദ കോർട്ട്, ബോൾ ഇസ് ഇൻ വൺസ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇറ്റ് ഇസ് ഡിസിഷൻ ഈസ് യോഴ്സ്. കേട്ടോ, ഡിസിഷൻ ഈസ് യോഴ്സ് എന്നാണ് അർത്ഥം. ഇനി തീരുമാനമൊക്കെ നിന്റെയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇനിയും ലെജിസ്ലേച്ചറിന് സമയമുണ്ട്. വി ഹാവ് ടൈം ടു സെറ്റ് ഔട്ട്, കറക്റ്റ് ചെയ്യുക, ഈ ഒമിഷൻസിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അമെൻഡ് ചെയ്തെടുക്കുക, ആൻഡ് സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് കൊണ്ടുവരട്ടെ ഇവിടേക്ക്. ആസ് പെർ ദ ലെറ്റർ ഓഫ് ദ ലോ. സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പിരിറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിയമം എഴുതപ്പെട്ട സമയത്ത് എന്തായിരുന്നു അതിന്റെ എയിം, ആ പർപ്പസ് നിറവേറട്ടെ ഇൻ ദ ലെറ്റർ ഓഫ് ലോ. ലെറ്റർ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണോ കറക്റ്റായിട്ട് നിയമം എഴുതി വെച്ചേക്കുന്നത്, എല്ലാവർക്കും ലോ ഈസ് ഈക്വൽ അല്ലെ, ഈക്വൽ ബിഫോർ എവ്രി വൺ, എല്ലാവരുടെ മുൻപിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നടപ്പിലാക്കട്ടെ എന്നാണ് ഓതർ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ റൈറ്റ്. അനലിറ്റിക്കൽ ആണ്, അതേപോലെ ക്രിട്ടിക്കൽ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എനിക്കൊരു തംസപ്പ് തന്നേ. ഓക്കെ, ഫ്രീസ് ഫ്രെയിംസ് പറഞ്ഞാൽ മരവിക്കപ്പെട്ട, വിഷ്ണു മരവിക്കപ്പെട്ട, ഫ്രോസൺ, കേട്ടോ, മരച്ച് നിൽക്കുകയാണ്, എപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല, അത് ഇപ്പോഴും ഇത് അൺചേഞ്ചിങ് മാനർ, അതാണ് ഫ്രീസ് ആയിട്ടുള്ള, ഫ്രീസിങ് ആയിട്ടുള്ള, അതാണ് ഫ്രീസ് ഫ്രെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചിടും. ഓക്കെ, 10th ലെവല് പറ്റൂലോ. 10th ഡിഗ്രിക്കാർക്കാന്ന് തോന്നുന്നു പറ്റാത്ത, 10th ലെവൽ പറ്റും കേട്ടോ. ഫോക്കസ്, യെസ്. ഇല്ലില്ല, ഇഡിയംസ് സിജി പറ്റില്ല. ഇഡിയംസ് നമുക്ക് എന്താണ് ഇതിലെഴുതാം, എന്താണ് റൈറ്റപ്പില്, മനസ്സിലായി, റൈറ്റപ്പിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നിങ്ങൾ ഇഡിയംസ് എഴുതരുതേ. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നിങ്ങൾ പ്രൈസ് എഴുതിയാലും എസ് എഴുതിയാലും ഒന്നും ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് കൊടുക്കരുത്. അത് എന്താണ് ഈ മീനിങ്ങാ, ഇൻഡയറക്റ്റ് മീനിങ് ആണ്. മാത്രമല്ല സംഭവങ്ങൾ എന്താണ് ഇൻഫോർമൽ തിങ്സ് ആണ്, അത് ഉപയോഗിക്കരുത് കേട്ടോ. ദാറ്റ്സ് റോങ്. ഓൾ റൈറ്റ്, ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല കേട്ടോ. ഫോക്കസ് ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല. യെസ് മൂവിങ് ഓൺ. അടുത്ത പഠിച്ചോ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. പാർലമെന്റ് ഈസ് ദ പ്ലാറ്റ്ഫോം വേർ ദ എക്സിക്യൂട്ടീവ് ഇസ് ഹോൾഡ് അക്കൗണ്ടബിൾ ടു ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. ആൻസർ പറഞ്ഞോ. ഇല്ലില്ല, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉപയോഗിക്കരുത് കേട്ടോ. അതിന് മാർക്ക് പോകും ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, കാരണം അത് വളരെ ഇൻഫോർമൽ ആയ യൂസേജ് ആണ് കേട്ടോ. സോഫിയ, രണ്ടുപേരോടും കൂടെ പറയാം, ഞാൻ ക്ലാസ്സിൽ ഇതാര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉപയോഗിക്കരുത് കേട്ടോ. ഇറ്റ്സ് ഇൻഫോർമൽ, കംപ്ലീറ്റ്ലി ഇൻഫോർമൽ. പോരട്ടെ, ആൻസർ പോരട്ടെ. ആൻസർ ഞാൻ തന്നെ പറയാം. ഫ്രേസൽ വേർബിന് പ്രശ്നമുണ്ട് സജിനി. എന്താ ഫ്രേസൽ വേർബ് നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് ഇൻഫോർമൽ ആയിട്ട് ഫ്രേസൽ വേർബ് ഉണ്ട്, ഫോർമൽ ആയിട്ടുണ്ട്. നമുക്ക് അത് അറിയില്ല, ഡിഫറൻസ് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോണ്ട് യൂസ് ഇറ്റ്. അതിന് കൂടുതൽ ക്ലാസിക്കലായ വൊക്കാബ് ഉപയോഗിക്കുക, ക്ലാസിക് വൊക്കാബ്, സ്റ്റാൻഡേർഡ് വൊക്കാബ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. യെസ്, ഈസ് ഹെൽഡ് ആണ്, ഈസ് ഹോൾഡ് അല്ല, ഈസ് ഹെൽഡ് ആണ് അല്ലേ. ഹോൾഡ് എന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹെൽഡ്. V3യും ഹെൽഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് എന്താണ്, V3 ആണ് അല്ലെ. എക്സിക്യൂട്ടീവ് ഇസ് ഹെൽഡ്, പാസീവ് വോയിസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ B+V3 ഫോം. അപ്പൊ പാർലമെന്റ് ഈസ് എ പ്ലാറ്റ്ഫോം വേർ ദി എക്സിക്യൂട്ടീവ് ഇസ് ഹെൽഡ് അക്കൗണ്ടബിൾ ടു എന്താണ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് എ പീപ്പിൾ. 10th ലെവൽ LDC കഴിഞ്ഞല്ലോ. 10th ലെവൽ കഴിഞ്ഞു. 10th ലെവൽ കഴിഞ്ഞു. ബോഡി കഴിഞ്ഞിടയ്ക്കല്ലേ കഴിഞ്ഞത്. 10th ലെവൽ കഴിഞ്ഞു. +2 ആണ് വരാൻ പോകുന്ന മെയിൻസ്. February 6 മുതൽ തുടങ്ങുവാണ്. മൂവിങ് ഓൺ. അടുത്ത പിടിച്ചോ. Spot direct question for today. Though disease severity in different categories of people still remains unclear, preliminary evidence suggests that the new variant increases the risk of reinfection. പറഞ്ഞേ
ആൻസർ though disease severity in different categories of people still remains unclear, preliminary evidence suggests that the new variant increases the risk of reinfection. Okay, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഹായ് അബില, താമസിച്ചു പോയോ? ഓക്കെ, നോട്ട് ചെയ്യുക ആൻഡ് സ്ക്രീൻഷോട്ട് എടുക്കുക ആൻഡ് ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദിസ് കോമന്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ജോയിൻ us on our ടെലിഗ്രാം ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ കാര്യം മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ നിങ്ങൾക്ക് നോട്ട്സ് ഈ പറയുന്ന PDF ഒക്കെ ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരി വൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷൻ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് അമോങ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റുള്ള ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. Attendant 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ഡെയിലി കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് PDF ഫോമാറ്റിൽ കിട്ടും. സോ മേക്ക് യൂസ് ഓഫ് ഓൾ ദി ബെനിഫിറ്റ്സ് ദാറ്റ് യു ഗെറ്റ് ഫ്രം ദ Attendant 24/7 ആപ്പ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിൽ പോവാ, നേരെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരി വൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടു അവർ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ. ഓക്കെ, സോ ബി വെൽ, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അതുപോലെ തന്നെ എൻജോയ് യുവർ ഡേ.